നമ്മൾ ഇന്ന് നമ്മുടെ പ്രിലിംസ് ലോഞ്ച് പാഡിന്റെ സെഷൻ 3 ആണ്. സോ ഇന്നത്തെ സെഷനിൽ വിൽ ബി ഡീലിംഗ് റിഗാർഡിംഗ് ഹിസ്റ്ററി ആയിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. ഹിസ്റ്ററിയിൽ കഴിഞ്ഞ ഒരു 5 വർഷം ഉണ്ടായിരുന്ന പാറ്റേൺ എങ്ങനെയാണ്, അതിന്റെ ബേസ് നമുക്ക് എങ്ങനെ നമ്മുടെ പ്രിപ്പറേഷൻ 2026 വേണ്ടി മുന്നോട്ട് പോകാം. ആദ്യം ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, സോ അതിന്റെ ബേസിൽ നമുക്ക് എങ്ങനെ 2026 പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം, എങ്ങനെ ഹിസ്റ്ററി അപ്രോച്ച് ചെയ്യണം, ഹിസ്റ്ററിയിൽ എന്താണ് കറന്റ്ലി ഉള്ള ട്രെൻഡ്, എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ജനറലി ഇന്നത്തെ ഒരു സെഷനിൽ ഡീൽ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നമുക്ക് ഓൾറെഡി ജോഗ്രഫിയുടെ സെഷൻ കഴിഞ്ഞായിരുന്നു, അത് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് വിശ്വസിക്കുന്നു. സോ ടുഡേ വിൽ ബി ഡൂയിങ് റിഗാർഡിംഗ് ഹിസ്റ്ററി. സ്ക്രീൻ വിസിബിൾ ആണോ എല്ലാവർക്കും? Yes. Okay. So, like നിങ്ങളിപ്പോ കാണുന്ന ഗ്രാഫ്, okay, this particular graph is the number of questions asked from history in the past 5 years. കഴിഞ്ഞ 5 വർഷമായിട്ട് ഹിസ്റ്ററിയിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ നമുക്ക് UPSC പോയിന്റ് ഓഫ് വ്യൂ എക്സാമിന് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ 2021 തൊട്ട് 2025 വരെയുള്ള കാര്യങ്ങൾ, ലൈക്ക് അത്രയും വർഷത്തെ ഒരു അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ 2021 സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇൻ 2021 വി ഹാഡ് 19 ക്വസ്റ്റ്യൻസ് ഫ്രം ഹിസ്റ്ററി. 19 ചോദ്യങ്ങളാണ് ഹിസ്റ്ററിയിൽ നിന്ന് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് 2022 ആയപ്പോൾ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കുറച്ച് കുറഞ്ഞു, 16 ആയി. ഞാൻ പറയുന്ന ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഏൻഷ്യൻ, മിഡീവിയൽ, മോഡേൺ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് പറയുന്നത്. 2022 ആയപ്പോഴേക്കും 16 ആയി. ആൻഡ് 2023 ആയപ്പോൾ വീണ്ടും കുറഞ്ഞു, ഇറ്റ് റീച്ച് അറൌണ്ട് 14. 2024 12. അതിനുശേഷം 2025 ആയപ്പോൾ ഇറ്റ് അഗെയിൻ ഇൻക്രീസ് ടു 16. അപ്പോൾ ഈ രീതിയിലാണ് ഹിസ്റ്ററിയുടെ ഷെയർ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് നമുക്ക് പ്രിലിംസിന് വരുന്നത്. അപ്പോൾ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഇറ്റ് സംവർ നമുക്ക് അറൌണ്ട് 15 ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ എല്ലാ വർഷവും ഹിസ്റ്ററിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഫ്രം ഏൻഷ്യൻ, മിഡീവിയൽ ആൻഡ് മോഡേൺ മൂന്നും കൂടി ചേർത്ത് വി ക്യാൻ എക്സ്പെക്ട് അറൌണ്ട് 15 ക്വസ്റ്റ്യൻസ് എവറി ഇയർ. അപ്പൊ ഈ 15 ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കേണ്ടത്, ഈ 15 ചോദ്യത്തിലെ ആൻഷ്യന്റിൽ 5, മിഡീവിയൽ 5, മോഡേണിൽ 5 അങ്ങനെയാണോ ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്, അതോ ഇതിലോ ലൈക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നാണോ കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്, ഏത് ഭാഗത്തു നിന്നാണോ വരുന്നത് അതിന് ഏത് ടോപ്പിക് ആണ് കൂടുതൽ ചോദിക്കുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ വിൽ സി ഹൗ ദീസ് ക്വസ്റ്റ്യൻസ് ആർ ഷെയർഡ് അമംഗ് ആൻഷ്യൻ, മിഡീവിയൽ ആൻഡ് മോഡേൺ. മൂന്നായിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ആർട്ട് ആൻഡ് കൾച്ചറിന് അത്രയും സിഗ്നിഫിക്കൻസ് കൊടുത്ത് എടുത്തിട്ടില്ല, കാരണം ആർട്ട് ആൻഡ് കൾച്ചറിലെ ക്വസ്റ്റ്യൻസ് കണക്കൂട്ടില്ല എന്നല്ല, ആർട്ട് ആൻഡ് കൾച്ചറിലെ ക്വസ്റ്റ്യൻസിനെ ആക്ച്വലി നമ്മുടെ ആൻഷ്യൻ, മിഡീവിയലിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, പിന്നെ സ്പെസിഫിക് ആയ ചില ക്വസ്റ്റ്യൻസ് മാത്രം, അതായത് ആൻഷ്യൻ, മിഡീവിയൽ ഉൾപ്പെടുത്താൻ പറ്റാതെ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന രീതിയിൽ വന്നത് മാത്രമേ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്, എല്ലാത്തിനും അതിനുള്ളിലേക്ക് തന്നെ ഉൾപ്പെടുത്തിയേക്കാണ്. ഓക്കെ, സോ വിൽ സി എങ്ങനെയാണ് ഷെയർ വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു 5 വർഷത്തെ ടോട്ടൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ യു ക്യാൻ സി ഏൻഷ്യന്റ് ഇന്ത്യയിൽ നിന്ന് ഏകദേശം 28 ചോദ്യങ്ങളാണ് 5 വർഷം കൊണ്ട് ചോദിച്ചിട്ടുള്ളത്. ഫ്രം മിഡീവിയൽ വി ഹാഡ് അറൌണ്ട് 17 ക്വസ്റ്റ്യൻസ്. ഫ്രം മോഡേൺ വി അഗെയിൻ ഹാവ് 28 ക്വസ്റ്റ്യൻസ്. ആൻഡ് ആർട്ട് ആൻഡ് കൾച്ചർ നോക്കുക 5 ക്വസ്റ്റ്യൻസ്. ആർട്ട് ആൻഡ് കൾച്ചർ ശരിക്കും 5 ക്വസ്റ്റ്യൻസ് അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ആർട്ട് ആൻഡ് കൾച്ചറിന് ലൈക്ക് ആൻഷ്യൻ മിഡീവിയൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത ആർട്ട് ആൻഡ് കൾച്ചർ ആയിട്ട് വരുന്നത് 5 ചോദ്യങ്ങളാണ്. സോ അങ്ങനെ ഇത്രയുമാണ് ഷെയർ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, മിഡീവിയൽ ഇന്ത്യയിൽ നിന്ന് വളരെ കുറവാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഏൻഷ്യൻ ആൻഡ് മോഡേൺ ആണ് മെജോറിറ്റി ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതിൽ മിഡീവിയൽ ഇന്ത്യ ഓൺലി 17 ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ, 17 ചോദ്യങ്ങളെ വന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഓരോ വർഷവും, അതായത് കഴിഞ്ഞ 5 വർഷത്തിലെ ഓരോ 21 തൊട്ട് 25 വരെ ഓരോ വർഷവും എങ്ങനെയാണ് ലൈക്ക് എത്ര ഈ ചോദ്യങ്ങളുടെ ഷെയർ വന്നിരിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് വിൽ സി. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് 2025. 2025 നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, 16 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ 16 ചോദ്യങ്ങളിൽ ഇഫ് യു ലുക്ക് അറ്റ് ദി ഷെയർ, 9 ചോദ്യങ്ങളോളം വരുന്നത് മോഡേൺ ഇന്ത്യയിൽ നിന്നാണ്. വി ഹാഡ് അറൌണ്ട് 9 ക്വസ്റ്റ്യൻസ് ഫ്രം മോഡേൺ ഇന്ത്യ. 9 ചോദ്യങ്ങൾ മോഡേൺ ഇന്ത്യ എന്ന് പറയുമ്പോൾ ലൈക്ക് നോക്കൂ, ഓൾമോസ്റ്റ് 50%നേക്കാൾ കൂടുതൽ വരുന്ന എവിടെയാണ്? മോഡേൺ ഇന്ത്യ തന്നെയാണ്. 50%നേക്കാൾ കൂടുതൽ. ഏൻഷ്യൻ ഇന്ത്യയിൽ നിന്ന് വി ഹാഡ് ഓൺലി 6 ക്വസ്റ്റ്യൻസ്. മിഡീവിയൽ ഇന്ത്യയിൽ നിന്ന് ആകെ ഒരു ചോദ്യം മാത്രമാണ് 2025 ചോദിച്ചിട്ടുള്ളത്. Okay, so modern India on a major share with the 9 questions, ancient 6 questions, and medieval India we had only 1 question. കഴിഞ്ഞ വർഷം, അതായത് ഈ കഴിഞ്ഞ പ്രിലിംസ്. ഇനി
2024 പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മാറ്റമെന്ന് നോക്കാം. ഇവിടെയും ഏൻഷ്യന്റ് ഇന്ത്യ വി ഹാവ് 5 ക്വസ്റ്റ്യൻസ്. മിഡീവിൽ ഇന്ന് ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. മോഡേണിലെ ഷെയർ വളരെ കുറവാണ്. കഴിഞ്ഞ വർഷത്തെ ഓൾമോസ്റ്റ് അല്ലെങ്കിൽ 2025 വെച്ച് നോക്കുമ്പോൾ 2024 ആകപ്പെടെ പകുതി ക്വസ്റ്റ്യൻസോളം വന്നിട്ടുള്ളൂ. 4 ചോദ്യങ്ങൾ. ആർട്ട് ആൻഡ് കൾച്ചർ എന്ന രീതിയിൽ 2 ചോദ്യങ്ങൾ. ആർട്ട് ആൻഡ് കൾച്ചർ ഞാൻ പറഞ്ഞല്ലോ, ആൻഷ്യന്റ് മിഡീവിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത ചില ആർട്ട് ആൻഡ് കൾച്ചർ. ഓക്കെ, ലൈക്ക് കൾച്ചറുമായി ബന്ധപ്പെട്ട് പ്രസന്റ് ഡേ കോണ്ടെക്സ്റ്റിലുള്ള കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് 2024 ഷെയർ. അപ്പൊ അവിടെയും ഏൻഷ്യന്റ് ഇന്ത്യ ആ ഒരു ലെവൽ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. മോഡേൺ ഇന്ത്യ ഷെയർ കുറഞ്ഞു, മിഡീവൽ ഇന്ത്യ സെയിം 1 തന്നെ. ഇനി 2023 പോയി കഴിഞ്ഞാൽ മോഡേൺ ഇന്ത്യ 4 തന്നെ ഉള്ളൂ, മിഡീവൽ ഇന്ത്യ 2 ക്വസ്റ്റ്യൻസ്, ഏൻഷ്യന്റ് ഇന്ത്യ 8 ക്വസ്റ്റ്യൻസ്. അതായത് 2023 കൂടുതൽ ഷെയർ ഹിസ്റ്ററിയിൽ വന്നിരിക്കുന്നത് ഏൻഷ്യന്റ് ഇന്ത്യയിൽ നിന്നാണ്. അപ്പൊ ഏൻഷ്യന്റ് ഇന്ത്യ നമ്മൾ കഴിഞ്ഞ 3 വർഷം നോക്കുമ്പോൾ ഇറ്റ്സ് ബേസിക്കലി ഹാവിംഗ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 6 to 8 എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. മോഡേൺ ഇന്ത്യ 25 ഒഴിച്ച് ബാക്കി വർഷങ്ങളെല്ലാം 24-ഉം 23-ലും ഇത്തിരി കുറവാണ്. മിഡീവൽ ഇന്ത്യ സ്റ്റിൽ കീപ്പിംഗ് ദി സ്ലോ പേസ്. അതായത് 23 തൊട്ട് 25 വരെ നോക്കിക്കഴിഞ്ഞാൽ മിഡീവൽ ഇന്ത്യ മൊത്തത്തിലാകപ്പെടെ 4 ചോദ്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ മിഡീവൽ ഇന്ത്യക്ക് നമ്മൾ സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നത് ഇതനുസരിച്ച് കൊടുത്താൽ മതി എന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഇനി 2022 പോകുമ്പോൾ ലൈക്ക് 23 മുമ്പുള്ള വർഷം ഇവിടെ കാണാം. യു ക്യാൻ സി ഏൻഷ്യന്റ് ഇന്ത്യ 5 ക്വസ്റ്റ്യൻസ്, മിഡീവൽ ഇന്ത്യ 8 ക്വസ്റ്റ്യൻസ് ആൻഡ് മോഡേൺ ഇന്ത്യ 3 ക്വസ്റ്റ്യൻസ്. അവിടെ മോഡേൺ ഇന്ത്യയുടെ സിഗ്നിഫിക്കൻസ് വളരെ വളരെ കുറവാണ്. ആകെ 3 ചോദ്യങ്ങളെ മോഡേൺ ഇന്ത്യ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, മിഡീവൽ ഇന്ത്യ ഇതുവരെ കാണാത്ത പോലെ മേജർ ഷെയർ ആണ് ഇത്തവണ ചോദിച്ചിട്ടുള്ളത്. വി ക്യാൻ സി അറൌണ്ട് 8 ക്വസ്റ്റ്യൻസ്. അതേപോലെ തന്നെ ഏൻഷ്യന്റ് ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ 5 ചോദ്യങ്ങൾ. അപ്പോ ഇവിടെ ഈ ഒരു വർഷം മിഡീവൽ ഇന്ത്യയിൽ നിന്ന് ഹ്യൂജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതായത് ഓൾമോസ്റ്റ് 8 ചോദ്യങ്ങൾ എന്ന രീതിയിൽ മിഡീവൽ ഇന്ത്യ എന്ന് ചോദിച്ചിരിക്കുന്നു. സോ 2022 ഇറ്റ് വാസ് ആൻ ഇയർ വേർ വി ഹാഡ് മോർ ക്വസ്റ്റ്യൻ ഫ്രം മിഡീവൽ ഇന്ത്യ. 2021 നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 25 പറഞ്ഞ പോലെയാണ് ഏകദേശം. നോക്കുക, മോഡേൺ ഇന്ത്യ ആണ് കൂടുതൽ ഷെയർ വന്നിട്ടുള്ളത്, 8 ചോദ്യങ്ങൾ. ഏൻഷ്യന്റ് ഇന്ത്യ 4, മിഡീവൽ ഇന്ത്യ 5, ആർട്ട് ആൻഡ് കൾച്ചർ 2. അപ്പോൾ നമ്മൾ ഈ ട്രെൻഡ് ഒന്ന് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വി ക്യാൻ സി കഴിഞ്ഞ 2 വർഷമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് ദി ഷെയർ ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം മിഡീവൽ ഇന്ത്യ ഈസ് വെരി വെരി ലോ. വെരി വെരി ലോ എന്ന് പറയുമ്പോൾ ഒരു വർഷം 1, അത് കഴിഞ്ഞിട്ടുള്ള അതിന് മുമ്പത്തെ വർഷം 1, അതിന് മുമ്പത്തെ വർഷം 2, അത്രേ ചോദിച്ചിട്ടുള്ളൂ. അതിന് മുമ്പ് ലൈക്ക് ബിഫോർ 2023 വി ഹാഡ് ലൈക്ക് ഡീസന്റ് അമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം മിഡീവൽ ഇന്ത്യ. ഇവിടെ കഴിഞ്ഞ 3 വർഷമായിട്ട് വളരെ വളരെ കുറവാണ്. കമ്പയർഡ് ടു പ്രീവിയസ് 3 years 2025 ക്വസ്റ്റ്യൻ പാറ്റേണിൽ ഹിസ്റ്ററിയിൽ നിന്ന് ധാരാളം വ്യത്യാസങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അതായത് മോഡേൺ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ വരുന്ന റീജിയൻ പോലുള്ള കാര്യങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ ഇതാണ് ഈ 3 അല്ലെങ്കിൽ ആൻഷ്യൻ മിഡീവിയൽ മോഡേൺ എന്ന രീതിയിൽ കഴിഞ്ഞ 5 വർഷത്തെ ഷെയർ. ഇവിടുന്ന് മെയിൻ ടേക്ക് അവേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് മിഡീവിയൽ ഇന്ത്യയിലുള്ള ക്വസ്റ്റ്യൻസ്, 3 വർഷമായിട്ട് മിഡീവിയൽ ഇന്ത്യയിലെ ക്വസ്റ്റ്യൻസ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇസ് വെരി വെരി ലോ എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോ വിൽ സി ഏൻഷ്യന്റ് ഇന്ത്യ എന്നുള്ള ടോപ്പിക് എടുത്തിട്ട് അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് എങ്ങനെയാണ്, എവിടെ നിന്നൊക്കെ എന്തൊക്കെ ടോപ്പിക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്, എന്തൊക്കെ റിപ്പീറ്റഡ് വന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. സോ 2025 ടോപ്പിക്സ് മാത്രം ഞാൻ ആദ്യം പറഞ്ഞു പോകാം, അതിനുശേഷം നമുക്ക് അനാലിസിസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കാം. 2025 ക്വസ്റ്റ്യൻസ് ഒന്ന് ലൈക്ക് മഹേന്ദ്രവർമ്മൻ എന്ന് പറയുന്ന സൗത്ത് ഇന്ത്യൻ പല്ലവ കിങ്ങിന്റെ ടൈറ്റിൽസ് തന്നിട്ട് അത് ഏത് രാജാവിന്റെ ടൈറ്റിൽ ആണെന്ന് ചോദിച്ചിരുന്നു. അതേപോലെ ചോള രാജേന്ദ്ര വണനെ ബേസ് ചെയ്തിട്ട് അതായത് നമ്മുടെ ഇന്തോനേഷ്യ റീജിയൻ ഒക്കെ കീഴടക്കിയത് ആരാണെന്ന് ചോദിച്ചിരുന്നു. ദെൻ മഹാജനപദാസിന്റെ ലൊക്കേഷൻ തന്നിട്ട് ലൈക്ക് ഏത് റിവറിന്റെ തീരത്താണ്, അതായത് ആ റിവറിന്റെ പേരും ഹിസ്റ്റോറിക്കൽ നെയിം ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ദെൻ മൗര്യാസിന്റെ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷനെ ബേസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ലൈക്ക് യുക്ത രജുക എന്നുള്ള ടേം എന്തുമായി ബന്ധപ്പെട്ടിരുന്നത്. അതേപോലെ IBCയിലെ ഫേമസ് ഡാൻസിങ് ഗേൾ സ്റ്റാച്ചു അത് എന്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണെന്ന ചോദ്യം ഉണ്ടായിരുന്നു. പിന്നെ ഫാഹേൻ എന്ന് പറയുന്ന ട്രാവലർ ആരുടെ ടൈം പീരീഡിലാണ് വന്നത്. ഇങ്ങനെയായിരുന്നു 2025 ഏൻഷ്യന്റ് ഇന്ത്യ എന്നുള്ള ചോദ്യങ്ങൾ. ഇനി 2024 പോയി കഴിഞ്ഞാൽ ബുദ്ധാറെ എപ്പിത്തറ്റ്സ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ടൈറ്റിൽ പോലെ തന്നെ അറിയപ്പെടുന്ന മറ്റു പേരുകൾ, അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ദെൻ വി ഹാഡ് എ ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ആർക്കിയോളജിക്കൽ സൈറ്റും അതിന്റെ സ്റ്റേറ്റും, മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ചോദ്യമായിരുന്നു. ഞാൻ ചോദ്യം കാണിക്കാം, അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ദെൻ ഉപനിഷത്തിനെ ബേസ് ചെയ്ത് ലിറ്ററേച്ചർ, ഉപനിഷത്തിനെ ബേസ് ചെയ്ത ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ദെൻ ഭാസ എന്ന് പറയുന്ന ലൈക്ക് ഏൻഷ്യന്റ് പീരീഡ് വൺ ഓഫ് ദി ഫേമസ് പ്ലേ റൈറ്റർ ആണ്. ഭാസയുടെ പ്ലേസ് താഴെ പറഞ്ഞാൽ ഏതാണ് പ്ലേ എന്ന് ചോദിച്ചിരുന്നു. Then there was a question regarding Buddhist monk who traveled to China. ചൈനയിലേക്ക് ട്രാവൽ ചെയ്ത ഒരു ബുദ്ധിസ്റ്റ് മോങ്ങിന്റെ പേരും. ഞാൻ ചില ക്വസ്റ്റ്യൻസ് ഇവിടെ ബ്രാക്കറ്റിൽ എഫ് നിട്ടിരിക്കുന്നത് കാണാം. ഈ എഫ് നിട്ടിരിക്കുന്നത് ഹൈലി ഫാക്ച്വൽ ക്വസ്റ്റ്യൻ എന്നാണ്. അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് എസെൻഷ്യൽ ബുക്ക് വായിക്കുമ്പോഴോ
അല്ലെങ്കിൽ ഒരു ഡീസന്റ് എമൗണ്ട് പ്രിപ്പറേഷൻ നടത്തിയ ഒരു ആസ്പിരന്റ്, അതായത് അത്യാവശ്യം ടെസ്റ്റ് എഴുതി ലൈക് ഡീസന്റ് എമൗണ്ട് ഓഫ് പ്രിപ്പറേഷൻ നടത്തിയ ഒരു ആസ്പിരന്റിന് ഹൈലി ഫാക്ച്വൽ ആയി തോന്നാവുന്ന ആ രീതിയിൽ ചിന്തിച്ചിട്ട് അങ്ങനെയുള്ള ഹൈലി ഫാക്ച്വൽ ആയിട്ട് തോന്നാവുന്ന ചോദ്യങ്ങൾക്കാണ് ഞാൻ എഫ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫാക്ച്വൽ ക്വസ്റ്റിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനോ ലോജിക് അപ്ലൈ ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ വളരെ കുറവായിരിക്കും. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ആ ചോദ്യത്തിന് ഉത്തരം അറിഞ്ഞാൽ മാത്രം എഴുതാൻ പറ്റുന്ന ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ വിടേണ്ട ഒരു ചോദ്യമാണ് എന്ത് ഈ എഫ് എന്നുള്ള ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ്. പൊതുവെ UPC നോക്കുമ്പോൾ നമുക്ക് ഏൻഷ്യൻ മിഡീവിയൽ പാർട്ടിന്ന് ഇത്തരത്തിൽ നമ്മൾ ലീവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ്, അതായത് ഏൻഷ്യൻ മിഡീവിയൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ വളരെ ഡെപ്ത് ഉള്ള ഒരു ഭാഗമാണല്ലോ. ഇവിടെ ആയിരക്കണക്കിന് രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ട്, അവർ 10,000 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, 10,000 പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ടാവും. ഇതെല്ലാം കാണാതെ പഠിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ ബേസിക്കലി നമുക്കറിയാത്ത ഫാക്ട്സ് ധാരാളമായിട്ട് ഹിസ്റ്ററിയിൽ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് UPC എടുത്ത് ചോദിക്കുന്നത് നിങ്ങൾ ആ ചോദ്യം അറ്റൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ ആ ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് എഫ് ഇട്ട് വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് ആർ ദി ക്വസ്റ്റ്യൻ ദാറ്റ് വി ഷുഡ് ഹാവ് ലെഫ്റ്റ് ഇഫ് യു ആർ റൈറ്റിംഗ് ദാറ്റ് പർട്ടിക്കുലർ എക്സാമിനേഷൻ. ഓക്കെ, ഇനി 2023 വി ഹാഡ് എ ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ബുദ്ധിസ്റ്റ് സെന്റർ. ഓക്കെ, ധന്യകഥക എന്ന് പറയുന്ന ബുദ്ധിസ്റ്റ് സെന്ററിന്റെ ബേസ് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. സ്തൂപാസിന്റെ ബേസ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സ്തൂപാസിന്റെ ഒറിജിൻ കോൺസെപ്റ്റ് ബേസ് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ദെൻ സൗത്ത് ഇന്ത്യയിലെ ഇമ്പോർട്ടന്റ് പോർട്ട് സിറ്റീസിന്റെ പേരുകൾ തന്നിട്ട് പൂംപുഹാർ പോലെയുള്ള മുജിരി പോലെയുള്ള പോർട്ട് സിറ്റീസിന്റെ പേര് തന്നിട്ട് ഏതാണെന്നുള്ളത്. ദെൻ സംഗം പോയം, സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി തന്നെ സംഗം പോയം ബേസ് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് ഹൈലി ഫാക്ച്വൽ. ദെൻ ബുക്സ് ആൻഡ് ഓഥേഴ്സ്, ഏൻഷ്യൻ ഇന്ത്യയിലെ കുറച്ച് ബുക്ക് തന്നിട്ട് ഓഥേഴ്സിനെ മാച്ച് ദ ഫോളോയിങ്. പിന്നെ ജെയിൻ ഫിലോസഫി ബേസ് ചെയ്ത് സോൾ എന്നുള്ള കോൺസെപ്റ്റില്, ഓക്കെ, ജെയിൻ ഫിലോസഫിയിൽ പറയുന്നത് എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്, സോൾ ഉണ്ടെന്നാണല്ലോ. ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട്, അതായത് എല്ലാ വസ്തുക്കളും ജീവൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഏത് റിലീജിയൻ ആണെന്നാണ് ചോദ്യം. ദെൻ കുറച്ച് സൈറ്റ്സും അത് ഏത് റിലീജിയൻ ഷ്രൈൻ ആണോ, അതായത് ബുദ്ധിസ്റ്റ് ഷ്രൈൻ ആണോ, ജെയിൻ ഷ്രൈൻ ആണോ, വൈഷ്ണവൈറ്റ് ഷ്രൈൻ ആണോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ. 2022 ഒരു ലിസ്റ്റ് ഓഫ് ബുക്സ് തന്നിട്ട് ഏതൊക്കെയാണ് അതിൽ ജൈൻ ടെക്സ്റ്റ് എന്ന രീതിയിൽ ചോദിച്ചിരുന്നു. ദെൻ ഹിസ്റ്റോറിക്കൽ പേഴ്സൺ, കുറച്ച് ഹിസ്റ്റോറിക്കൽ പേഴ്സൺസിന്റെ പേര് തന്നിട്ട് അവര് ഏത് ഫോളോവർ, അതായത് ഏത് റിലീജിയന്റെ ഫോളോവർ ആണെന്ന രീതിയിൽ ചോദ്യം ഉണ്ടായിരുന്നു. അർത്ഥശാസ്ത്ര, കൗട്ടില്യയുടെ അർത്ഥശാസ്ത്ര ബേസ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അശോകയുടെ പില്ലർ എഡിക്റ്റ്, മേജർ എഡിക്ട്സും മൈനർ എഡിക്ട്സും ഉണ്ടല്ലോ, അതിൽ മേജർ എഡിക്റ്റിന്റെ ലൊക്കേഷൻ തന്നിട്ട് അത് ഏത് സൈറ്റിലാണെന്ന രീതിയിൽ ചോദ്യം ഉണ്ടായിരുന്നു. സംഘൽ ലിറ്ററേച്ചറിന്റെ ചോദ്യം ഉണ്ടായിരുന്നു. 2021 പോയി കഴിഞ്ഞാൽ IVCയിൽ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഉള്ള സിറ്റി ഏതാണെന്ന ചോദ്യം ഉണ്ടായിരുന്നു. ഹിസ്റ്റോറിക്കൽ പ്ലേസുകൾ തന്നിട്ട് അത് എന്തിനാണ് ഫേമസ് എന്നുള്ള രീതിയിലൊരു ചോദ്യം ഉണ്ടായിരുന്നു. മാച്ച് ദ ഫോളോയിങ്. ദെൻ മിതാക്ഷര സിസ്റ്റം, അതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ചോദ്യമായിരുന്നു. നിങ്ങൾ പക്ഷേ മിതാക്ഷര സിസ്റ്റം കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആയിരുന്നു, എലിമിനേറ്റബിൾ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് ഫാക്ടിൽ ഇടാഞ്ഞത്. ദെൻ കുറച്ച് ആൾക്കാരുടെ പേര് തന്നിട്ട് അവരാരാണ്, ശരിക്കും പ്ലേ റൈറ്റേഴ്സ് ആയിരുന്നു ഉത്തരം വരുന്നത്, അവരാരാണെന്ന രീതിയിലുള്ള ചോദ്യം ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് ഓൾസോ ഫാക്ച്വൽ. അപ്പോ ഈ രീതിയിൽ ഏൻഷ്യൻ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വന്ന ക്വസ്റ്റ്യൻസിൽ ഓൾമോസ്റ്റ് 1 2 3 4 5 6 7 8 ഓൾമോസ്റ്റ് 8 ചോദ്യങ്ങളോളം നമുക്ക് എലിമിനേഷൻ സാധ്യത വളരെ വളരെ കുറവുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഞാൻ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എങ്കിലും നമുക്ക് എന്തെങ്കിലും ലോജിക്കലി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ എഫർട്ട് വെച്ചിട്ടില്ല. അല്ലാതെ ഒരു രക്ഷയും ഇല്ലാത്ത ചോദ്യങ്ങൾക്കാണ് ഈ ഫാക്ച്വൽ എന്ന രീതിയിൽ എഫർട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏൻഷ്യന്റ് ഇന്ത്യ മൈറ്റ് കണ്ടെയ്ൻ സം ക്വസ്റ്റ്യൻസ് ദാറ്റ് ഹാഡ് ബി ലെഫ്റ്റ്. നമ്മൾ ലീവ് ചെയ്യേണ്ട ചില ചോദ്യങ്ങൾ ഒരുപക്ഷെ ഏൻഷ്യന്റ് ഇന്ത്യയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഏൻഷ്യന്റ് ഇന്ത്യയിൽ കംപ്ലീറ്റ് എല്ലാം അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ള വാശി ബേസിൽ നമ്മൾ പിടിക്കാൻ പാടില്ല എന്നുള്ള കാര്യം തെളിയിക്കാനാണ് ഞാൻ എഫ് ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രീക്വന്റ്ലി ചോദിക്കുന്ന, ലൈക്ക് ഏൻഷ്യന്റ് ഇന്ത്യയിൽ ഫ്രീക്വന്റ്ലി ചോദിക്കുന്ന ടോപ്പിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യം, ഒന്ന് ലിറ്ററേച്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട്, ലിറ്ററേച്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. 2 അവിടുത്തെ സോഷ്യോ പൊളിറ്റിക്കൽ കണ്ടീഷൻ ബേസ്ഡുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. 3 റിലീജിയൻ ആൻഡ് ഫിലോസഫി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. 4 ഫോറിൻ ട്രാവലേഴ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. 5 മാപ്പ് ലൊക്കേഷൻ, അതായത് ഒരു പെർട്ടിക്കുലർ പ്ലേസ് എവിടെയാണെന്നോ അത് എന്തിന്റെ തീരത്താണെന്നോ അങ്ങനത്തെ ചോദ്യം ചോദിക്കുന്നുണ്ട്. ദെൻ ആർക്കിടെക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അതായത് മേജർലി ഏൻഷ്യന്റിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിനെ നമുക്ക് ഈ 6 ടോപ്പിക്സ് ആയി ഡിവൈഡ് ചെയ്യാം. ലിറ്ററേച്ചർ ബേസ്ഡ്, സോഷ്യോ പൊളിറ്റിക്കൽ കണ്ടീഷൻസ് ബേസ്ഡ്, റിലീജിയൻ ആൻഡ് ഫിലോസഫി ബേസ്ഡ്, ഫോറിൻ ട്രാവലേഴ്സ് ബേസ്ഡ്, മാപ്പ് ലൊക്കേഷൻ ബേസ്ഡ്, ആർക്കിടെക്ചർ ബേസ്ഡ്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഫോക്കസ് ചെയ്ത് നമുക്ക് ലൈക്ക് എവിടെ നിന്നാണ് ചോദിക്കുന്നത്, ലൈക്ക് വാട്ട് കൈൻഡ് ഓഫ് ഓരോ പെർട്ടിക്കുലർ ടൈം പീരീഡിലെയും എന്ത് കാര്യങ്ങൾ, എന്ത് തീമാണോ UPC ഫോക്കസ് ചെയ്യുന്ന കാര്യം പറഞ്ഞത്. ലിറ്ററേച്ചർ, സോഷ്യോ പൊളിറ്റിക്കൽ കണ്ടീഷൻ, റിലീജിയൻ ആൻഡ് ഫിലോസഫി, ഫോറിൻ ട്രാവലേഴ്സ്, മാപ്പ് ലൊക്കേഷൻ ആൻഡ് ആർക്കിടെക്ചർ, അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏത് പെർട്ടിക്കുലർ ടൈം പീരീഡിനെ പറ്റിയാണ് കൂടുതൽ ചോദിച്ചിരിക്കുന്നത് നോക്കൂ. വി ഹാവ് ഹ്യൂജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയെ പറ്റി ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, എന്താ
like we have many questions that is asked from South India. So okay, so you can see over here the 2025 this South India question ആണ്. Then ഇവിടെ South India based question. Then 2023 we again have South India question. Sangam poem South India question. Then 2022 Sangam literature again. Then yeah, ഇത്രയും. So സൗത്ത് ഇന്ത്യ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് മോശമില്ലാത്ത രീതിയിൽ UPC ചോദിക്കുന്നുണ്ട്. അതൊന്ന്. രണ്ടാമത് UPC ഫോക്കസ് ചെയ്യുന്ന മേജർ റിലീജിയൻ ആണ് ബുദ്ധിസം ആൻഡ് ജൈനിസം. ബുദ്ധിസം ആൻഡ് ജൈനിസം ബേസ്ഡ് ക്വസ്റ്റ്യൻസും ധാരാളം വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ 2022 നമുക്ക് ജൈൻ ടെക്സ്റ്റിന്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ദെൻ ബുദ്ധിസ്റ്റ് സെന്റർ 2023 ക്വസ്റ്റ്യൻ ഉണ്ട്. സ്തൂപ ബുദ്ധിസ്റ്റ് സെന്റർ ബുദ്ധിസം ബേസ്ഡ് ആണ്. ജൈൻ ഫിലോസഫി 2023 അഗെയിൻ ചോദിച്ചിട്ടുണ്ട്. 2024 ബുദ്ധയുടെ എപ്പിഫെക്ട്സ് ചോദിച്ചിരിക്കുന്നു. ദെൻ ബുദ്ധിസ്റ്റ് മോങ്കിനെ പറ്റി ചോദിച്ചിരിക്കുന്നു. ദെൻ അപ്പൊ ഈ രീതിയിൽ വി ക്യാൻ സി ബുദ്ധിസം ആൻഡ് ജൈനിസം ഇസ് യെറ്റ് അനദർ ഫേവറേറ്റ് ഏരിയ ഓഫ് UPSC. അപ്പൊ സൗത്ത് ഇന്ത്യയിൽ നമ്മൾ ഏൻഷ്യന്റ് ഇന്ത്യയിൽ നമ്മൾ ബേസിക്കലി ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തഡോളജി ഉണ്ടല്ലോ. നമ്മൾ എവിടെ നിന്ന് തുടങ്ങാം? ലിത്തിക് ഏജസിന്റെ കാര്യങ്ങൾ കുറച്ച് വായിച്ചു തുടങ്ങും. അതിനുശേഷം വി ഗോ വിത്ത് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇൻഡസ് വാലി സിവിലൈസേഷനും റിഗാർഡിംഗ് ദി വേദിക് ഏജ്, അല്ലെ ഏർലി വേദിക് ഏജും ലേറ്റർ വേദിക് ഏജും വായിക്കും. Then we start with the Mahajanapadas. Mahajanapadasile Haryanga dynasty, Shishunaga dynasty, Nanda dynasty പഠിച്ച് Mauryan dynasty എത്തും. Mauryan dynasty is the time period by which ancient India peaks. Ancient India ഏറ്റവും സെനിത്തിൽ എത്തുന്ന ടൈം പീരീഡ് ആണ് Mauryan dynasty. അപ്പൊ Mauryan dynasty എന്ന് പറയുന്നത് ഇറ്റ്സ് എ വാട്ടർഷെഡ് ടൈം പീരീഡ് ഓഫ് ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി. അപ്പൊ Mauryan dynasty പറ്റി ചോദ്യങ്ങൾ എന്തായാലും നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, മൗര്യയിലെ ഏറ്റവും സിഗ്നിഫിക്കന്റ് റൂളർ അശോകനെ പറ്റിയിട്ടും മൗര്യൻ അഡ്മിനിസ്ട്രേഷനെ പറ്റിയൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ആ ടൈം പീരീഡിനെ പറ്റി ചോദിക്കാം. ദെൻ പോസ്റ്റ് മൗര്യൻ ടൈം പീരീഡ് ഉണ്ട്. അതായത് ലൈക്ക് വി ഹാഡ് ഫോറിൻ ഇൻവേഷൻ ഒക്കെ കുറച്ച് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇസ്ലാമിക് ഇൻവേഷൻ അല്ല, അതിന് മുമ്പുള്ള കുറച്ച് ഇൻഡോ ഗ്രീക്സ് പോലുള്ള ആൾക്കാരൊക്കെ വന്ന പോസ്റ്റ് മൗര്യൻ ടൈം പീരീഡ്. അതിനുശേഷം വീണ്ടും പീക്കിലെത്തിയ ടൈം പീരീഡ് ആണ് ഗുപ്തൻ ടൈം പീരീഡ് എന്ന് പറയുന്നത്. സോ ഗുപ്തൻ ടൈം പീരീഡിനെ പറ്റിയും ചോദ്യങ്ങൾ കുറച്ച് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ വാട്ടർഷെഡ് ആയിട്ടുള്ള ടൈം പീരീഡിനെ പറ്റിയാണ് UPSC കൂടുതലും ചോദിക്കുന്നത്. അപ്പോ ഏൻഷ്യന്റ് ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് ഹ്യൂജ്, അതായത് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് NCERT ചോദിച്ചിരിക്കുന്നതും കാണാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കൂ, ലൈക്ക് ഈ വർഷം ചോദിച്ച ചോദ്യമാണ് റിഗാർഡിംഗ് മത്തവിലാസ വിതചിത്ര ആൻഡ് ഗുണഭദ്ര എന്ന് പറയുന്നത് ആരുടെ ടൈറ്റിൽ ആണ് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. സോ ഇറ്റ്സ് ബേസിക്കലി ഡയറക്ട്ലി ഫ്രം NCERT. NCERT ബുക്കിൽ കാണാം ഇവിടെ മഹേന്ദ്രവർമ്മൻ 1 ടൈറ്റിൽ സച്ച് ആസ് വിചിത്ര ചിത്ത. ഇതാണ് വിചിത്ര ചിത്ത ഇവിടെ കൊടുത്തിരിക്കുന്നു. അപ്പൊ NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ബേസിക്കലി വി ഹാവ് ലൈക്ക് ഹ്യൂജ് നമ്പർ ഫ്രം ഏൻഷ്യന്റ് ഇന്ത്യ. അപ്പൊ ഏൻഷ്യന്റ് ഇന്ത്യക്ക് നമുക്ക് ഫോളോ ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ NCERT തന്നെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം ഫാഹിന്റെ ചോദ്യം. ഇതും 2025 ഉണ്ടായിരുന്ന സ്ട്രേറ്റ് ഫ്രം NCERT. ചൈനീസ് പിൽഗ്രിം ഫാഹിൻ വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിംഗ് ചന്ദ്രഗുപ്ത 2. സ്ട്രേറ്റ് ആ സെന്റൻസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, ആ സെന്റൻസ് തന്നെയാണ് അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ രീതിയിൽ NCERT ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നമ്മളുടെ ഏൻഷ്യന്റ് ഇന്ത്യ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകാനായിട്ട്. അപ്പൊ ഏതൊക്കെ NCERT വായിക്കുന്നുള്ള കാര്യം ഞാൻ പറയാം. ഇത് കൂടാതെ ഫോക്കസ് ഏരിയ ഞാൻ പറഞ്ഞല്ലോ, എന്തൊക്കെ റീജിയനാണ് നമുക്ക് കുറച്ച് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. ഏൻഷ്യന്റ് ലിറ്ററേച്ചർ, ഏൻഷ്യന്റ് സോഷ്യോ പൊളിറ്റിക്കൽ കണ്ടീഷൻ ഡ്യൂറിംഗ് ഡിഫറെന്റ് ടൈം പീരീഡ്സ്, റിലീജിയൻ ആൻഡ് ഫിലോസഫി, ഫോറിൻ ട്രാവലേഴ്സ്, പല ഫോറിൻ ട്രാവലേഴ്സ്, മാപ്പ് ലൊക്കേഷൻ. മാപ്പ് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ സൈറ്റ് ബേസ്ഡ് ചോദ്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ഞാൻ ചെറുതിന് ഇവിടെ മാപ്പും സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ അശോകയുടെ പില്ലർ സൈറ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നു, അതൊരു മാപ്പ് ബേസ്ഡ് ചോദ്യമാണ്. ദെൻ മഹാജനപദ ലൊക്കേഷൻ ഏത് റിവറിലാണ്, അതൊരു മാപ്പ് ബേസ്ഡ് ചോദ്യമാണ്. ദെൻ ആർക്കിയോളജിക്കൽ സൈറ്റ് ഏത് സ്റ്റേറ്റിലാണ്, മാപ്പ് ബേസ്ഡ് ചോദ്യമാണ് 2024. അപ്പോൾ ഇത്തരത്തിൽ മാപ്പ് ബേസ്ഡ് ചോദ്യങ്ങളും ധാരാളമായിട്ട് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ NCERT വായിക്കുമ്പോൾ NCERT ചിലയിടത്തായിരുന്നു വി ക്യാൻ സീ സം മാപ്സ്, അല്ലെ, മാപ്പ് ബേസ്ഡ് ചോദ്യങ്ങൾക്ക് മാപ്പുകൾ കാണാൻ പറ്റും. ആ മാപ്പുകൾ നമ്മൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ടു നോട്ട് ഡൗൺ ദി മാപ്സ്. ആ മാപ്സിന്റെ ലൊക്കേഷനെ പറ്റി പഠിക്കുവാൻ ഒരു മെക്കാനിസം നമ്മൾ മേ ബി ചെറിയ നോട്ട് ഉണ്ടാക്കിയോ അല്ലെങ്കിൽ ആ മാപ്പ് പ്രത്യേകം എടുത്തു വെക്കുകയോ അങ്ങനെ എടുത്തു വെച്ചിട്ട് ആ മാപ്പ് നമ്മൾ ആ മാപ്പ് നമ്മൾ എന്തായാലും ആ രീതിയിൽ ഒന്ന് പഠിക്കാനുള്ള ഒരു വഴിയും കണ്ടുപിടിക്കണം. കാരണം മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ വിൽ സി ആ ചോദിച്ചിരുന്ന രീതികൾ ജസ്റ്റ് നോക്കാം. ലിറ്ററേച്ചർ നോക്കൂ. ലിറ്ററേച്ചർ സ്ട്രേറ്റ് ആ പുസ്തകം, അതിന്റെ ഓഥർ ആര്, അതാണ് ചോദിക്കുന്നത്. സോ നിങ്ങൾക്ക് കാണാലോ, പ്ലേ റൈറ്റ് ഭാസ എഴുതിയ പുസ്തകം ഏതൊക്കെയാണ്, ലൈക്ക് താഴെ പറഞ്ഞത് ഏതാണ് ഭാസ എഴുതിയ പുസ്തകം.
അപ്പൊ ഈ ഒരു ചോദ്യം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ബേസിക്കലി നമുക്ക് ഭാഷ എഴുതിയ പുസ്തകം ഏതാണെന്ന് അറിയണം. അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ, അല്ലാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പൊ അത് ബേസിക്കലി എന്താണ്, ഒരു ഫാക്ച്വൽ ടൈപ്പ് ഓഫ് ചോദ്യമാണ്. പക്ഷേ ഒരു ഡീസന്റ് എമൗണ്ട് ഓഫ് പ്രിപ്പറേഷൻ NCERTയും അതേപോലെ തന്നെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ആസ്പിരന്റ് ആണെങ്കിൽ ഈ ആസ്പിരന്റ് ഇതിന്റെ 2 ഓപ്ഷനിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റേണ്ടതാണ്. അതായത് നാട്യശാസ്ത്ര എന്ന് പറയുന്നത് ഭരത എഴുതിയതാണെന്നും മഹാഭാഷ്യ എന്ന് എഴുതിയത് പതഞ്ജലി എഴുതിയതാണെന്നും ബേസിക്കലി ഒരു ഡീസന്റ് എമൗണ്ട് ഓഫ് പ്രിപ്പറേഷൻ നടത്തിയ ഒരു ആസ്പിരന്റിന് കിട്ടേണ്ടതാണ്. അപ്പൊ ആ ഒരു എലിമിനേഷൻ 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാവ്യാലങ്കര, മാധ്യമ വ്യാപക എന്ന് പറയുന്ന 2 50-50 ആൻസർ ചെയ്യാൻ പറ്റേണ്ടതാണ്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെയാണ് അടുത്ത ഓഥറിന്റെ അടുത്തതും ദേവി ചന്ദ്രഗുപ്തം, ഹമിര മഹാകാവ്യ, മിലിന്ദ പാൻഹോ, നീതി വാക്യാമൃത. ഇവിടെയും നമുക്ക് വളരെ ഫാക്ച്വലായി തോന്നും. പക്ഷേ എന്നാലും ഈ ദേവി ചന്ദ്രഗുപ്തം അതേപോലെ മിലിന്ദ പാൻഹോ ഇത് വളരെ സിഗ്നിഫിക്കന്റ് ആയ 2 പുസ്തകങ്ങളാണ്. ഈ 2 പുസ്തകങ്ങളും ഒരു ആസ്പിരന്റ് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ ഇത്തരത്തിൽ ലിറ്ററേച്ചർ ബേസ്ഡ് ചോദ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ തന്നെ അതൊരു ഫാക്ച്വൽ ആണെന്ന് പറഞ്ഞ് വിടുകയല്ല വേണ്ടത്. ഓപ്ഷൻസിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പോ ആ ഫെമിലർ ആയ പുസ്തകത്തിൽ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി 2 ഏതായിരിക്കും മോസ്റ്റ് പോസിബിൾ എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ ലിറ്ററേച്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഈ ലിറ്ററേച്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞാൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, എല്ലാം കാണാതെ പഠിക്കാൻ പറ്റില്ല. പക്ഷെ റിപ്പീറ്റഡ്ലി നിങ്ങൾ നോട്ട്സിലും NCERTയിലും വരുന്ന പുസ്തകങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെച്ചിരിക്കണം, അത് പഠിച്ചിരിക്കണം. പിന്നെ രണ്ടാമത് വരുന്ന ടൈപ്പ് ഞാൻ പറഞ്ഞല്ലോ, സോഷ്യോ പൊളിറ്റിക്കൽ കണ്ടീഷൻ. അവിടുത്തെ സോഷ്യോ പൊളിറ്റിക്കൽ കണ്ടീഷനെ ബേസിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അശോകൻ ടൈം പീരീഡിൽ പ്രാദേശിക, രജുക, യുക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഏത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണെന്ന് അവിടെ ചോദിച്ചിട്ടുള്ളത്. അതേപോലെ മിതാക്ഷര എന്ന് പറയുന്ന ഒന്നിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അതായത് ആ സമയത്ത് അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റ് ഡിവിഷൻ. ഓക്കെ, മിതാക്ഷര സിസ്റ്റം, അപ്പർ കാസ്റ്റ് ലോവർ ക്ലാസ് ഡിവിഷൻ. അപ്പൊ സോഷ്യോ പൊളിറ്റിക്കൽ കണ്ടീഷനെ പറ്റി ഈ രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. ദെൻ തേർഡ്ലി റിലീജിയൻ ആൻഡ് ഫിലോസഫി. ഒബ്വിയസ്ലി അറിയായിരിക്കും റിലീജിയൻ ആൻഡ് ഫിലോസഫി. ഏറ്റവും കൂടുതൽ റിലീജിയൻ ആൻഡ് ഫിലോസഫിയിൽ ചോദിക്കുന്നത് ബുദ്ധിസം, ജൈനിസം എന്നുള്ള കോൺസെപ്റ്റ് ആണ്. ബുദ്ധിസം, ജൈനിസം. ഇപ്പൊ റിലീജിയൻ ആൻഡ് ഫിലോസഫിയിൽ നമ്മൾ പൊതുവെ പഠിക്കുന്ന മറ്റൊരു കോൺസെപ്റ്റ് ഉണ്ട്, അത് മെഡീവൽ ഇന്ത്യയുടെ ഭാഗത്തൊക്കെ നമ്മൾ കുറച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ അദ്വൈത, വിശിഷ്ടാദ്വൈത, സാംഖ്യ പോലുള്ള കാര്യങ്ങൾ, അത്തരത്തെ ഭാഗത്തൊക്കെ UPSC ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഒരുപാട് നാളായി. അപ്പോ ഈ കഴിഞ്ഞ ഒരു 5 വർഷം അതിനൊന്നും ചോദ്യം ഉണ്ടായിരുന്നില്ല. UPSC is largely focusing on ബുദ്ധിസം ആൻഡ് ജൈനിസം. അപ്പൊ ബുദ്ധിസം, ജൈനിസം എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ബുദ്ധിസം, ജൈനിസം കിട്ടാവുന്ന മെറ്റീരിയൽ എല്ലാം വായിച്ച് NCERT നോട്ട്സ് ഇത് വെച്ചിട്ട് ഒരു നോട്ട് ഉണ്ടാക്കി വെക്കുന്ന എപ്പോഴും നല്ലതാണ് ഫോർ പ്രിലിംസ് ആസ് വെൽ ആസ് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ. ദെൻ പ്ലേസസ് ആൻഡ് മാപ്സ്. അതായത് നമുക്ക് ജോഗ്രഫിയിൽ പ്ലേസസ് ആൻഡ് മാപ്സ് ചോദിക്കുന്ന പോലെ തന്നെ ഹിസ്റ്ററിയിലും പ്ലേസസ് ആൻഡ് മാപ്സ് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ടെറിട്ടോറിയൽ റീജിയൻ ഏത് റിവറിന്റെ തീരത്താണ്? ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ NCERTയിൽ മഹാജനപദാസിന്റെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ മഹാജനപദാസിന്റെ മാപ്പ് വെച്ചിട്ട് ആ ലൊക്കേഷൻ ഏതൊക്കെയാണ്, എവിടെയൊക്കെയാണെന്നാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ നോക്കൂ, ആർക്കിയോളജിക്കൽ സൈറ്റ് ഏത് സ്റ്റേറ്റ് ആണ്, അതിന്റെ ഡിസ്ക്രിപ്ഷൻ എന്ത്? ഓക്കെ, ലൈക്ക് എന്താണ് അതിന്റെ ഡിസ്ക്രിപ്ഷൻ? ഈ രീതിയിൽ നമുക്ക് ബേസിക്കലി NCERTയിൽ സ്ട്രേറ്റ് അവേ എടുത്തിട്ട് കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ മാപ്പ് ബേസ്ഡ് കാര്യങ്ങൾ, സ്ഥലങ്ങൾ, ലൊക്കേഷനും കൂടി നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, പ്രത്യേകം നോട്ട് ചെയ്യണം. ഇതെല്ലാം ഫാക്ച്വൽ ആണ് ഒരു പരിധി വരെ, പക്ഷെ മൾട്ടിപ്പിൾ ടൈംസ് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കണക്ഷൻ കിട്ടി ഓർത്തു വെക്കാൻ പറ്റും. Then, with reference to ancient India, consider the following statements. Architecture based ചോദ്യങ്ങൾ, സ്തൂപ ആർക്കിടെക്ചറിനെ പറ്റിയിട്ട്, സ്തൂപ എന്താണ്, അങ്ങനത്തെ ലൈക്ക് ആർക്കിടെക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അപ്പോ ആൻഷ്യന്റ് ഇന്ത്യയിൽ ഓർത്തു വെക്കുന്ന ടോപ്പിക്സ്, കീ ഫോക്കസ് ഏരിയ, നിങ്ങൾ ടോപ്പിക്സ് പഠിക്കുമ്പോൾ അതിനൊപ്പം ലിറ്ററേച്ചർ, അവിടുത്തെ ലിറ്ററേച്ചർ നോക്കണം, സോഷ്യോ പൊളിറ്റിക്കൽ കണ്ടീഷൻ നോക്കണം, റിലീജിയൻ, ഫിലോസഫി, ഫോറിൻ ട്രാവലേഴ്സ്, മാപ്പ് ആൻഡ് ലൊക്കേഷൻ, ആർക്കിടെക്ചർ. ഈ 6 കാര്യത്തിൽ നമുക്കൊരു ബേസിക് ഹോൾഡ് നമ്മൾ എല്ലാ ടൈം പീരീഡിനെ പറ്റി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് സെറ്റ് ആണ്. ഓക്കെ, അതിനൊപ്പം തന്നെ വി ഷുഡ് ഹാവ് എ ക്ലിയർ കട്ട് ഐഡിയ റിഗാർഡിംഗ് ദി ക്രോണോളജി. ക്രോണോളജി അറിഞ്ഞിരിക്കുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. ക്രോണോളജി ചിലപ്പോൾ നേരിട്ട് ചോദിച്ചില്ലെങ്കിലും ഒരു പരിധി വരെ നമ്മളെ പലപ്പോഴും എലിമിനേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഈ ക്രോണോളജി ആയിരിക്കും. അതായത് ഓരോ ടൈം പീരീഡ് കഴിഞ്ഞിട്ട് ആരാണ് വന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നു, ഇപ്പോ മഗധയില് ഹരിയാങ്ക വന്നു, ഹരിയാങ്കയിൽ ഏറ്റവും അധികം വന്നത് ബിംബിസാരയാണ്, ബിംബിസാരയ്ക്ക് ശതശത്രു വന്നു, ഉദയൻ വന്നു, അതിനുശേഷം ശിശുനാഗാസ് വന്നു, കാലശോക വന്നു, നന്ദാസ് വന്നു, മഹാപത്മനന്ദ വന്നു, ലാസ്റ്റ് നാരനന്ദ വന്നു. അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് റൂളേഴ്സിൽ ഒരു ഓർഡർ പറയാൻ പറ്റുന്നത് എപ്പോഴും നല്ലതാണ്. അവരുടെ ഏകദേശം ടൈം പീരീഡും ഓർത്തു വെക്കണം. ക്രോണോളജി ടൈം പീരീഡിന് വേണ്ടി പ്രത്യേക നിങ്ങളൊരു ടൈം ലൈൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കും. ആൻഡ് ക്രോണോളജി ടൈം ലൈൻ അറിയുന്നതിനൊപ്പം തന്നെ കോണ്ടംപററീസ് അറിയണം. കോണ്ടംപററീസ് അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ ഒരു സ്ഥലത്ത് ഒരു രാജാവ് ഭരിക്കുമ്പോൾ വേറെ സ്ഥലത്ത് ആരായിരുന്നു. അപ്പൊ പോസ്റ്റ് മൗര്യൻ ടൈം പീരീഡിലൊക്കെ പോസ്റ്റ് മൗര്യൻ ടൈം പീരീഡിലൊക്കെ ചെറിയ ചെറിയ കിങ്ഡംസ് ആയിട്ട് കുറെ ഡിവൈഡ് ചെയ്തിരുന്നല്ലോ. അപ്പൊ ഓരോ സമയത്തും ഓരോ സ്ഥലത്ത് ഏത് രാജാവായിരുന്നു ഭരിച്ചത് എന്നറിയുന്നതും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇത് ബേസിക്കലി ഡയറക്ട്ലി ചോദ്യങ്ങൾ ഉത്തരം എഴുതാനല്ല, ഒരു പക്ഷേ പല ക്വസ്റ്റ്യൻസിലും എലിമിനേഷൻ നടത്താനായിട്ട് നമുക്കൊരു ലോജിക്കൽ ഗസ്സിംഗ് നടത്താനും ഹെൽപ്പ് ചെയ്യും ക്രോണോളജി, ടൈം ആൻഡ്
കോണ്ടംപററീസിന് അറിഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് എങ്ങനെ ലൈക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പോകെ നോക്കാം. ഇതാണ് ഏൻഷ്യന്റ് ഇന്ത്യയുടെ ഒരു ടോട്ടൽ അപ്രോച്ച് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ഏൻഷ്യന്റ് ഇന്ത്യയുടെ കാര്യത്തിൽ ആർക്കെങ്കിലും? ഏൻഷ്യന്റ് ഇന്ത്യയുടെ കാര്യം ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ ഓക്കെ. യെസ്, അപ്പൊ നമുക്ക് മിഡീവൽ ഇന്ത്യ നോക്കാം. മിഡീവൽ ഇന്ത്യ എന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു 23 മുതൽ 25 വരെ ആകെ ചോദിച്ചിരിക്കുന്നത് 4 ചോദ്യങ്ങളാണ്. കൃഷ്ണപ്രിയ ഡൗട്ട് ചോദിക്കാനാണോ? കൃഷ്ണപ്രിയക്ക് എന്തായിരുന്നു ഡൗട്ട്? സാർ R.S. ശർമ്മന്റെ ബുക്കില്ലേ ആൻഷ്യന്റ് പാസ്റ്റ് എന്ന് പറഞ്ഞ ആ ബുക്സ് മതിയോ? ഞാൻ ആൻഷ്യന്റ് ഇന്ത്യ വായിക്കേണ്ടത് ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ ഓക്കെ. ഇനി മിഡീവൽ ഇന്ത്യ എന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ മിഡീവൽ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2025, 2024, 2023 4 ചോദ്യങ്ങളെ മൊത്തം ചോദിച്ചിട്ടുള്ളൂ. 2025 ചോദിച്ചത് ആറാഘട്ട എന്ന് പറയുന്ന ഒരു എക്യുപ്മെന്റ് എന്തിനു ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഇത് ബേസിക്കലി ഒരു PYQ ആണ്. 2016 ചോദിച്ചതാണ് ആറാഘട്ട. അത് തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുകയാണ്. ഒരു ഇറിഗേഷണൽ ഡിവൈസ് ആണ്. അപ്പൊ അതിനെപ്പറ്റി ഒരു ചോദ്യം ഉണ്ടായിരുന്നു. 2024 കൃഷ്ണദേവരായ, അതായത് ഏത് രാജാവാണ് പോർച്ചുഗീസിന് ഫോർട്ട് കെട്ടാൻ പെർമിഷൻ കൊടുത്തത്? ഇത് ബേസിക്കലി മോഡേൺ ഇന്ത്യയിൽ ഉൾപ്പെടുത്താം, പക്ഷെ കൃഷ്ണദേവരായ ആൻസർ വരുന്ന ഒരു ചോദ്യം ഞാൻ ആക്ച്വലി മിഡീവൽ ഇന്ത്യയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. മോഡേൺ ഇന്ത്യ മിഡീവൽ രണ്ടിലും വരുന്നതാണ്. ഓക്കെ, ചില ആൾക്കാർ പോർച്ചുഗീസ് അവിടെ ആയിരിക്കില്ല പഠിക്കുന്നുണ്ടാവുക. 2023 ചോദിച്ചത് വിജയനഗരയില് ഡാം കൺസ്ട്രക്ട് ചെയ്ത റൂളർ ആരായിരുന്നു. അതേപോലെ തന്നെ ദാമൻ ദിയുവിൽ ദിയു ഉണ്ടല്ലോ, ദിയു പോർച്ചുഗീസിന് സറണ്ടർ ചെയ്ത ഗുജറാത്ത് റൂളർ ആരായിരുന്നു. അത് രണ്ടും വളരെ ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. ഈ 2024 ചോദ്യം ആരാണ് പോർച്ചുഗീസിന് ഫോർട്ട് പണിയാൻ ലൈക്ക് പെർമിഷൻ കൊടുത്തതെന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി പോർച്ചുഗീസ് പഠിക്കുമ്പോൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. പോർച്ചുഗീസിലെ പല ഗവർണേഴ്സിനും, അൽഫോൺസോ ഡെ ആൽബുക്കർക്ക് പോലെ ഗവർണേഴ്സിനൊക്കെ ഹാഡ് ഗുഡ് റിലേഷൻ വിത്ത് കൃഷ്ണദേവരായ. അപ്പൊ ആ ഗസ് വർക്ക് വെച്ചാണ് കൃഷ്ണദേവരായക്ക് എത്തേണ്ടത്. നമുക്ക് നോക്കാം. 2022 8 ചോദ്യങ്ങളോളം ചോദിച്ചിരുന്നു. ടേം ഫണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചിരുന്നു. മംഗോൾ ഇൻവേഷനെ പറ്റി ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ദെൻ കുലാധാരൻ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. കുലാധാരൻ ടേം ആരുമായി ബന്ധപ്പെട്ടിരുന്ന ചോദ്യം ഉണ്ടായിരുന്നു. ദെൻ സെൻട്രൽ ഇന്ത്യയിലെ റൂളേഴ്സും ഡച്ചും തമ്മിലുള്ള റിലേഷൻ, അത് ബേസിക്കലി മോഡേൺ ഇന്ത്യയിൽ ഉൾപ്പെടുത്താം, പക്ഷേ ആ ക്വസ്റ്റ്യൻ വാസ് മോർ ഓറിയന്റഡ് ടുവേർഡ്സ് ദി സെൻട്രൽ ഇന്ത്യൻ റൂളേഴ്സ്. അതുകൊണ്ട് ഞാൻ ആക്ച്വലി മെഡീവലിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ. ദെൻ കുറച്ച് കിങ്സിന്റെ പേര് തന്നിട്ട് അവർ ഏത് ഡൈനാസ്റ്റി ആണെന്നുള്ള മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ചോദ്യം ഉണ്ടായിരുന്നു. ദെൻ യോഗാവശിസ്ത എന്ന് പറയുന്ന ഒരു വർക്ക് ആരാണ് ട്രാൻസ്ലേറ്റ് ചെയ്തതെന്ന് ചോദ്യം ഉണ്ടായിരുന്നു. രാമാനുജ സോംനാഥ് ടെമ്പിൾ, ഇത് രണ്ടും ഞാൻ കറണ്ട് അഫയേഴ്സ് ഇട്ടിരിക്കുന്നത്. കറണ്ട് അഫയേഴ്സിൽ ആ സമയത്ത് രാമാനുജയെ പറ്റിയിട്ടും അതേപോലെ സോംനാഥ് ടെമ്പിളിനെ പറ്റിയും കണ്ടിന്യൂസ്ലി ന്യൂസ് ഉണ്ടായിരുന്നു. അതായത് രാമാനുജയുടെ സ്റ്റാച്യു ആ ഒരു വർഷം നരേന്ദ്രമോദി അൺവീൽ ചെയ്തതിന്റെ ബേസിൽ ന്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ കറണ്ട് അഫയേഴ്സ് ലിങ്കേജും ഹിസ്റ്ററിയിൽ വരാം. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടായിരുന്നു. ദെൻ 2021 ഗുപ്താസിനും ഹർഷവർദ്ധനയ്ക്കും ഇടയിലുണ്ടായ റൂളേഴ്സ് ആരൊക്കെ എന്ന് കുറച്ച് ചോദ്യം ഉണ്ടായിരുന്നു. ദെൻ വാട്ട് ഡിഡ് ന്യൂനിസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാവലർ ആണ്. ഐ തിങ്ക് ഹി വാസ് എ പോർച്ചുഗീസ് ട്രാവലർ. വിജയനഗര എംപയറിൽ വന്നതാണ്. അപ്പൊ അദ്ദേഹം വിജയനഗര എംപയറിലെ വിമണിനെ പറ്റി എഴുതിയ കുറച്ച് കാര്യങ്ങളെ പറ്റി ചോദ്യം ഉണ്ടായിരുന്നു. ദെൻ ഇൽതുത്മിഷ്, ഖൽജി ആൻഡ് വിജയനഗര, 3 സ്റ്റേറ്റ്മെന്റ്, ഇൽതുത്മിഷിനെ പറ്റിയും ഖൽജിയെ പറ്റിയും വിജയനഗരയെ പറ്റിയും 3 സ്റ്റേറ്റ്മെന്റ് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. മുഗൾ അഡ്മിനിസ്ട്രേഷനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഹൈദരാബാദ്, വിജയനഗര ആൻഡ് രോഹിലഖണ്ഡ്, അപ്പോൾ ഇത് 3നെയും ചേർത്തൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മിഡീവലിന്റെ നോക്കി നമുക്ക് മനസ്സിലാവുന്ന ഒരു വിജയനഗര മയമാണ് മൊത്തത്തില്. എല്ലാ വർഷവും എന്താണ് എങ്ങനെയെങ്കിലും കുറച്ച് വിജയനഗരയെ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എടുത്ത് നോക്കേണ്ട സിഗ്നിഫിക്കന്റ് ആയ ആളാണ് ആര്? വിജയനഗര കിങ്ഡം അല്ലെങ്കിൽ വിജയനഗര എംപയർ എന്ന് പറയുന്നത് അല്ലെ. വിജയനഗര എംപയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായ കൃഷ്ണദേവരായ. വെരി വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് കാണാം 2021 ഓൾമോസ്റ്റ് 3 ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 2023 വിജയനഗരയെ പറ്റി ചോദിച്ചിട്ടുണ്ട്. 2024 ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഓൾമോസ്റ്റ് കഴിഞ്ഞ 5 വർഷത്തിലുള്ള 6 ക്വസ്റ്റ്യൻസിൽ വി ഹാവ് മെൻഷൻ റിഗാർഡിംഗ് വിജയനഗര. സോ വിജയനഗര എന്ന് പറയുന്നത് വളരെ കീ റീജൻ ആണ്. കഴിഞ്ഞ 3 വർഷം എടുത്ത് നോക്കുമ്പോൾ വി ക്യാൻ സി ഡൽഹി സുൽത്തനേറ്റ്സ്, മുഗൾസ് എന്ന് പറയുന്ന ഭാഗത്തുള്ള ചോദ്യങ്ങൾ ഓൾമോസ്റ്റ് 0 ആണ്. ഡൽഹി സുൽത്തനേറ്റ്സ്, മുഗൾ എന്ന് പറയുന്ന ഭാഗത്തുനിന്നുള്ള ചോദ്യങ്ങൾ ഓൾമോസ്റ്റ് 0 ആണ്. കാരണം മിഡീവൽ ഇന്ത്യയിൽ മേജർലി വരുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി സുൽത്തനേറ്റ്സും മുഗൾസും ആണല്ലോ. അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഓൾമോസ്റ്റ് 0 ആണെന്ന് പറയുമ്പോൾ അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കും മിഡീവൽ നിന്നുള്ള ചോദ്യങ്ങൾ വളരെ കുറയാനുള്ള കാരണം കഴിഞ്ഞ 3 വർഷം.
ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അതിന് മുമ്പത്തെ വർഷമായാലും ബേസിക്കലി സയ്യിദിനെ പറ്റി, സയ്യിദ് ഡൈനാസ്റ്റി ഉണ്ടല്ലോ, സയ്യിദ് ഡൈനാസ്റ്റിയെ പറ്റി ഒരു ചോദ്യമാണ് മേജർലി വന്നത്. പിന്നെ ലൈക്ക് കമ്പാരിറ്റീവ്ലി ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഡൽഹി സുൽത്തനേറ്റ്സ് മുഗൾസ് എന്നുള്ള ഭാഗത്തുനിന്നുള്ള ചോദ്യങ്ങൾ വളരെ വളരെ കുറവാണ്. മുഗൾ അഡ്മിനിസ്ട്രേഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ UPSC ഇവരെ കംപ്ലീറ്റ്ലി തഴഞ്ഞു എന്നല്ല. ഈ വർഷം അക്ബറിന്റെ സിൻക്രറ്റിസത്തെ പറ്റി മെയിൻസിന് ചോദിച്ചിരുന്നു. ബട്ട് പ്രിലിംസിന് ചോദ്യങ്ങൾ 21 ശേഷം മുഗൾ ഭാഗത്തുനിന്ന് വളരെ വളരെ കുറവാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഇവിടെ മിഡീവൽ ഇന്ത്യക്ക് അപ്പൊ നിങ്ങൾ ബേസിക്കലി പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ ഏൻഷ്യന്റിന്റെയും മോഡേണിന്റെയും അത്രയും പ്രയോറിറ്റി കൊടുക്കണ്ട എന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം സിഗ്നിഫിക്കൻസ് വളരെ വളരെ കുറഞ്ഞു വരികയാണ്. ഐ ഡോണ്ട് എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടാനുള്ള സാധ്യതയും ഇച്ചിരി കുറവായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഈ രീതിയിലാണ് മിഡീവൽ ഇന്ത്യ വരുന്നത്. മിഡീവൽ ഇന്ത്യക്ക് നമ്മൾ ബേസിക്കലി ഡിപ്പെൻഡ് ചെയ്യേണ്ടത് NCERT തന്നെയാണ്. NCERT വായിക്കാം, സ്ക്രിബിൾ നോട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ ഏൻഷ്യൻ മിഡീവൽ രണ്ട് ഭാഗം നമ്മൾ എഴുതുമ്പോഴും നമുക്ക് ചിലപ്പോൾ ലോജിക്കലി ആ ടൈം പീരീഡിനെ പറ്റി അറിഞ്ഞില്ലെങ്കിലും ആ ചില വാക്കുകളുടെ ഒരു പ്രൊനൗൺസിയേഷൻ പോലുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും. അപ്പൊ നമ്മൾ ആൻസർ എഴുതുമ്പോൾ കുറച്ചുകൂടി ഓപ്പൺ മൈൻഡഡ് ആയിട്ട് വേണം ഒരു ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. ഇത് മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചോദ്യമാണ്. ഇൻ മിഡീവൽ ഇന്ത്യ ദ ടേം ഫണം റെഫേഴ്സ് ടു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഏതാ വർഷം എനിക്ക് ഓർമ്മയില്ല, ചോദിച്ചതാണ്. വിത്തിൻ ലാസ്റ്റ് 5 years ചോദിച്ചതാണ്. ക്ലോത്തിങ്, കോയിൻസ്, ഓർണമെന്റ്സ്, വെപ്പൺസ്. ആൻസർ പറയാമോ? സർ കോയിൻസ്. കോയിൻസ്. ബാലഗോപാൽ പറയുന്നു കോയിൻസ്, വൃന്ദ പറയുന്നു കോയിൻസ്. ബാക്കിയുള്ളവരോ? ഓക്കെ, സോ കോയിൻസ് എന്ന് പറയാൻ കാരണം എന്താ? ഇത് അറിഞ്ഞിട്ടാണോ പറയുന്നത്? ഓക്കെ, ഇത് ബേസിക്കലി നിങ്ങൾ ചിലപ്പോൾ ക്ലാസ്സിലെ ബുക്കുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് പക്ഷേ UPSC ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതിന് ശേഷം നോട്ട്സിലേക്ക് ആഡ് ആയി വന്ന സംഭവമാണ് ഫണം എന്ന് പറയുന്നത്. സോ ഫണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ഓക്കെ, ഫണം എന്നുള്ളത് ഗോൾഡ് കോയിൻ, വിജയനഗര ചോള ഡൈനാസ്റ്റിയുടെ. അതെ, പണം എന്ന് പറഞ്ഞ ലോജിക്കലാണ് ഞാൻ പറഞ്ഞത്. പണം പൈസ എന്ന് പറഞ്ഞ ലോജിക്കലാണ്. ഫണം എന്നുള്ളതിന് ബേസിക്കലി നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിലും നിങ്ങൾ നോക്ക്, ഫണം അല്ലെങ്കിൽ പണം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് മോർ ക്ലോസർ ടു കോയിൻസ്. സോ ഈ രീതിയിൽ നമുക്ക് ഒരു പക്ഷേ ആൻഷ്യന്റ് മിഡീവൽ ഉത്തരങ്ങൾ കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിനെ പ്രത്യേകിച്ച് വെരി ക്ലോസ് ടു മലയാളം ലാംഗ്വേജ്, അതേപോലെ തന്നെ ഹിന്ദി, സംസ്കൃത് കുറച്ച് സിമിലാരിറ്റി അവിടെ ആയിട്ട് കാണാമല്ലോ. അപ്പൊ ആ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും പറ്റാറുണ്ട് ഫ്രം ആൻഷ്യന്റ് ആൻഡ് മിഡീവിയൽ. ഓക്കെ, അതേപോലെ ഈ ഒരു ചോദ്യം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ. Who of the following rulers of medieval India gave permission to the Portuguese to build a fort at Batkal? കൃഷ്ണദേവരായ, നരസിംഹ സൽവ, മുഹമ്മദ് സാല III, യൂസഫ് ആദിൽ ഷാ. അപ്പോ ഈ ചോദ്യവും കാണുമ്പോൾ വളരെ ഫാക്ച്വൽ ആണ്. ഓക്കെ, വളരെ ഫാക്ച്വൽ ആണ്. ഉത്തരം പറഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ വിചാരിക്കും. പക്ഷേ വെൻ യു സ്റ്റഡി ദി മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, ഓക്കെ, മോഡേൺ ഹിസ്റ്ററിയിൽ അവിടെ വായിക്കുമ്പോൾ അവിടെ പോർച്ചുഗീസിന്റെ കാര്യങ്ങൾ വായിക്കുമ്പോൾ പോർച്ചുഗീസ് ഗവർണർ ഇപ്പൊ അൽഫോൺസോ ഡെ ആൽബക്കർക്ക് പോലെ ഗവർണർ ഹാഡ് എ ക്ലോസ് റിലേഷൻ വിത്ത് കൃഷ്ണദേവരായ എന്ന് നിങ്ങൾ സ്പെക്ട്രത്തിലും മറ്റിലും വായിച്ചിട്ടുണ്ടാവും. സോ ബേസിക്കലി പോർച്ചുഗീസുമായിട്ട് ഇതിൽ ഏറ്റവും അടുപ്പമുള്ള റൂളറായി നമ്മൾ പറയുന്നത് കൃഷ്ണദേവരായാണ്. അപ്പൊ കൃഷ്ണദേവരായ ആയിരിക്കുമല്ലോ മോസ്റ്റ് പ്രോബ്ലി കൊടുക്കാനുള്ള കാരണം. ഇതൊരു ഗസ് വർക്ക് മാത്രമാണ്, എല്ലായ്പ്പോഴും വർക്ക്ഔട്ട് ആവുന്നല്ല. ബട്ട് അന്നത്തെ എക്സാമിന് ബേസിക്കലി വർക്ക്ഔട്ട് ആവുന്ന ഒരു ഗസ് വർക്ക് ആയിരുന്നു ഇത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ കയ്യിലുള്ള ഡേറ്റയെ വെച്ചിട്ട് നമുക്ക് കുറച്ചൊന്ന് ആ ക്വസ്റ്റ്യൻ ഇന്റർപ്രറ്റ് ചെയ്യാൻ നോക്കാം. എന്നിട്ടും തീരെ പറ്റുന്നില്ലെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ലീവ് ദാറ്റ് ക്വസ്റ്റ്യൻ. അതൊരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ചോദ്യമാണെങ്കിൽ. ഞാൻ അതാണ് ഇവിടെ ഈ F ഇട്ട് വെച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാവുന്നത് ആൻഷ്യന്റ് മിഡീവിയലിൽ ഹിസ്റ്ററിയിൽ പലപ്പോഴും ആൻഷ്യന്റ് മിഡീവിയലിൽ നമുക്ക് അവിടെ കേട്ട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ 6ാം ഘട്ട, ഇത് 2016 ക്വസ്റ്റ്യൻ ആണ്. ഇത് 2025 ക്വസ്റ്റ്യനും. 2016 ചോദിച്ചിരിക്കുന്നത് നോക്കുക. വിത്ത് റെഫറൻസ് ടു എക്കണോമിക് ഹിസ്റ്ററി ദ ടേം 6ാം ഘട്ട റെഫേഴ്സ് ടു എന്ന് പറഞ്ഞിട്ട് സി ആണ് ഉത്തരം. വാട്ടർ വീൽ യൂസ്ഡ് ഇൻ ഇറിഗേഷൻ ഓഫ് ലാൻഡ്. ഇനി ദ ഇറിഗേഷൻ ഡിവൈസ് കോൾഡ് 6ാം ഘട്ട വാസ്. ഓക്കെ, അതായത് ഇത് ഇറിഗേഷൻ ഡിവൈസ് 25 പറയുന്നുണ്ട്. അത് എന്താണെന്ന് ചോദിക്കുന്നത്. ഇവിടെ കൃത്യമായി പറയുന്നു വാട്ടർ വീൽ. അത് തന്നെയാണ് ഇവിടെ ലാർജ് വീൽ എന്ന് ഉത്തരം വരുന്നത്. അപ്പോ ഏൻഷ്യന്റ് മിഡീവിയലിൽ പ്രിപ്പറേഷൻ NCERT ഒപ്പം നിങ്ങൾ എന്തുകൂടി നോക്കണം? PYQ നോക്കണം. PYQ സോൾവ് ചെയ്യാനല്ല, കണ്ടന്റ് സ്റ്റഡി എന്ന രീതിയിൽ, കണ്ടന്റ് മെറ്റീരിയൽ എന്ന രീതിയിൽ നമ്മൾ എന്ത് നോക്കണം? PYQ നോക്കണം. കണ്ടന്റ് മെറ്റീരിയൽ എന്ന രീതിയിൽ, അതായത് അതിലുള്ള ഓപ്ഷൻസിൽ നിന്നും കിട്ടുന്ന കണ്ടന്റ്, ടേംസ്, സ്ഥലങ്ങൾ, അതൊക്കെ നമുക്ക് ബേസിക്കലി ഒന്ന് പഠിച്ച് അതിനെ പറ്റി ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വെക്കുന്നതും നല്ലതാണ് ഫോർ മിഡീവൽ ഇന്ത്യ. ആൻഡ് NCERT തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യേണ്ട ബുക്ക്. കമ്പയർ ടു ഏൻഷ്യന്റ് മിഡീവൽ ഏൻഷ്യന്റ് ആൻഡ് മോഡേൺ അധികം ടൈം കളയണ്ട. ഓക്കെ,
ഇനി മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇഫ് യു ലുക്ക് അറ്റ് ദി മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി 25 to 21, 25 വന്ന ചോദ്യങ്ങൾ നോക്കുക. രാജാ റാം മോഹൻ റോയ്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, 2 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, ഗന്ധർവ മഹാവിദ്യാലയ ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് വളരെ ഫാക്ച്വൽ ആയ ഒരു ചോദ്യം. ദെൻ ഗാന്ധിയുടെ ഒരു കോട്ട്, സെഡിഷൻ ഇസ് മൈ ബർത്ത് റൈറ്റ്, അങ്ങനത്തെ ഒരു കോട്ട് ഉണ്ടായിരുന്നു. അതേത് ടൈം പീരീഡിലാണ് പറഞ്ഞതെന്ന് വെച്ചിട്ട്. ദെൻ ചൗരി ചൗര ഇൻസിഡൻസിലെ ആൾക്കാർക്ക് ലീഗൽ ഡിഫൻസ് കൊടുത്തത് ആരാണ് എന്ന് ചോദിച്ചിട്ട്. അത് NCERT ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എന്നാലും ഫാക്ച്വൽ ആണ്. ദെൻ പോർച്ചുഗീസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്രോപ്പ് ഏതൊക്കെയാണ്, അതും PYQ ആണ്. അതായത് 2024 അതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ലീഡർ ആരാണ്, ഗാന്ധി ഹരിജൻസ് ഇൻവോൾവ് ചെയ്ത ഒരു മൂവ്മെന്റിനെ പറ്റി ഒരു ചോദ്യവും ഉണ്ടായിരുന്നു. 2025 വി ഹാഡ് 9 ക്വസ്റ്റ്യൻസ് ഫ്രം മോഡേൺ ഇന്ത്യ. ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നത് 2025 ആയിരുന്നു മോഡേൺ ഇന്ത്യയിൽ നിന്ന്. 2024 ചോദ്യം റവന്യൂ സെറ്റിൽമെന്റ് മെക്കാനിസം ബേസ്ഡ്, അതായത് നമ്മുടെ റയത്ത് വാരി, മഹൽ വാരി, അതിനെ പറ്റി ചോദ്യം ഉണ്ടായിരുന്നു. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ പ്രൊവിൻഷ്യൽ പ്രസിഡന്റ് ആരായിരുന്നു, അതായത് രാജേന്ദ്ര പ്രസാദിന് മുമ്പ് പ്രൊവിൻഷ്യൽ പ്രസിഡന്റ് ആയി വന്നത് ആരായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935, നമ്മൾ എന്തായാലും പഠിക്കുന്നതാണ് ആക്ട്. കുറച്ച് പൊളിറ്റിക്കൽ പാർട്ടീസും അതിന്റെ ലീഡേഴ്സും മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ചോദ്യം ഉണ്ടായിരുന്നു. 2023 ചാർട്ടർ ആക്ട് ഓഫ് 1833. ദെൻ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ, ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് കുറച്ച് ആൾക്കാരെ പേര് നിന്നിട്ട് അവർ ആരാണ് എന്ന് ചോദ്യം. അത് ചർച്ച കൊണ്ടുവന്ന ആൾക്കാരാണോ, ആർക്കിയോളജിക്കൽ എക്സ്കവേറ്റേഴ്സ് ആണോ എന്നൊക്കെ ചോദ്യം. ആർക്കിയോളജിക്കൽ എക്സ്കവേറ്റേഴ്സ് ആൻസർ വരുന്ന ചോദ്യം ഉണ്ടായിരുന്നു. ദെൻ സ്വദേശി മൂവ്മെന്റ്, കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി പക്ഷേ പൊളിറ്റിയിലും പറയുമായിരിക്കും, എന്നാലും ഹിസ്റ്ററി നമുക്ക് ഉൾപ്പെടുത്തി നോക്കാം. 2022 3 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919, 2 ഗദ്ദർ പാർട്ടി. ഗദ്ദർ പാർട്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവല്ലോ. ഓക്കെ, 1916 ആ ടൈം പീരീഡിലുള്ള ഗദ്ദർ പാർട്ടി ലീഡേഴ്സ് ആരൊക്കെ. ക്രിപ്സ് മിഷൻ അറിയായിരിക്കുമല്ലോ. ക്രിപ്സ് മിഷൻ 1942 ടൈം പീരീഡിൽ വന്ന ക്രിപ്സ് മിഷൻ, അതിനെപ്പറ്റി ചോദ്യം ഉണ്ടായിരുന്നു. ദെൻ 2021 ഇനീഷ്യൽ ലൊക്കേഷൻ ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫാക്ടറീസ്. ആന്ധ്രാപ്രദേശ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ്, ആന്ധ്രാപ്രദേശിലെ ഒരു സ്ഥലം വന്നിട്ട് അവിടെ നടന്ന മൂവ്മെന്റ് എന്തൊക്കെയാണെന്ന രീതിയിൽ ചോദ്യം ഉണ്ടായിരുന്നു. ദെൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആൻഡ് 1935, രണ്ടിനെ മിക്സ് ചെയ്തിട്ട്, അതായത് 2 സ്റ്റേറ്റ്മെന്റ്, ഒരു സ്റ്റേറ്റ്മെന്റ് 1919 പറ്റി, ഒരു സ്റ്റേറ്റ്മെന്റ് 1935 പറ്റി. ദെൻ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, അതായത് 1942 October 8, ഡേറ്റ് ഓഗസ്റ്റ് 8 ആണെന്ന് തോന്നുന്നു. ഡേറ്റ് തന്നിട്ട് അന്ന് എന്താണ് ഉണ്ടായത്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു, അതായിരുന്നു ചോദ്യം. ദെൻ ഹൂ റോട്ട് സോങ്സ് ഫ്രം പ്രിസൺ, ലിസ്റ്റ് വന്നിട്ട് നമുക്കറിയാം ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു ഫേമസ് ഒന്നുണ്ടല്ലോ, ഒരു അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ. അതേപോലെ സോങ്സ് ഫ്രം പ്രിസൺ എഴുതാറാണ് ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ലീഡേഴ്സ്, കുറച്ച് ആൾക്കാരെ പേര് എന്നിട്ട് അവർ ആരായിരുന്നു, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ലീഡേഴ്സ് ഇതിലായിരുന്നു ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ രീതിയിലാണ് കഴിഞ്ഞ 5 വർഷം മേജർലി ക്വസ്റ്റ്യൻസ് നമുക്ക് മോഡേൺ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മൾ പഠിക്കുമ്പോൾ വളരെയധികം ക്ലാരിറ്റിയോടെ പഠിച്ച് ഓർമ്മ വയ്ക്കേണ്ട ഒരാളാണ് ബ്രിട്ടീഷുകാരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ട് എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ആക്ട് എന്ന് പറഞ്ഞാൽ 1773 റെഗുലേറ്റിംഗ് ആക്ട് തൊട്ട് 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട്, 1333 വരുന്ന ചാർട്ടർ ആക്ട്സ്, അതേപോലെ 53 വരുന്ന ചാർട്ടർ ആക്ട്സ്, അതേപോലെ ഗുഡ് ഗവർണൻസ് ആക്ട് 1858, കൗൺസിൽസ് ആക്ട് 61, അതേപോലെ 92, ദെൻ 1909, 1919, 1935 വരെയുള്ള ആക്ടുകൾ പച്ചവെള്ളം പോലെ അറിഞ്ഞിരിക്കണം. അതിൽ നിന്ന് ചോദ്യങ്ങൾ റിപ്പീറ്റഡ്ലി ചോദിക്കുന്നുണ്ട്. ഓക്കെ, റിപ്പീറ്റഡ്ലി ചോദിക്കുന്നു റിഗാർഡിംഗ് ദീസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്സ്. അവിടെ കാണാൻ 1935 ചോദിച്ചിരിക്കുന്നു, ചാർട്ടർ ആക്ട് 1833 ചോദിച്ചിരിക്കുന്നു, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1919 ചോദിച്ചിരിക്കുന്നു, ഇതിനിവിടെ 1919 1935 ചേർത്ത് ചോദിച്ചിരിക്കുന്നു. സോ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. അത് നല്ലവണ്ണം പഠിക്കണം. അത് നല്ലവണ്ണം പഠിക്കുക എന്ന് പറയുമ്പോൾ എന്റെ പേഴ്സണൽ ഒപ്പീനിയനില്, ഓക്കെ, എന്റെ പേഴ്സണൽ ഒപ്പീനിയനില് ഇയേഴ്സ് ഒന്നുകൂടി പറയുമോ? ഓക്കെ, ആക്ച്വലി ആക്ടുകളുടെ ഇയർ നമ്മുടെ ബുക്കുകളിൽ ഉണ്ടാവുമല്ലോ. ഒന്നുകൂടി പറയണമെങ്കിൽ പറയാം. നമുക്ക് ഓക്കെ, സോ വി ഹാവ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. ഓക്കെ, റെഗുലേറ്റിംഗ് ആക്ട് 1773. സോങ്സ് ഫ്രം പ്രിസൺ മഹാത്മാഗാന്ധി അല്ലേ? മഹാത്മാഗാന്ധിയാണ്, സോറി, മഹാത്മാഗാന്ധിയാണ്. ഓക്കെ, 1773 റെഗുലേറ്റിംഗ് ആക്ട്, 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട്. ദെൻ we have charter acts 1793, 1813, 1833, 1853. Then 1858 government of India, അതായത് നമ്മുടെ ഈ ഗുഡ് ഗവർണൻസ് ആക്ട്. Then we have Indian Councils Act 1861, 1892, മോർലി മിന്റോ റീഫോംസ് എന്നറിയപ്പെടുന്ന 1909 ആക്ട്, മൊണ്ടേഗു ചെംസ്ഫോർഡ് റീഫോംസ് അറിയപ്പെടുന്ന 1919 ആക്ട്, ദെൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1935. ഓക്കെ, ജസ്റ്റ് ആ ബ്രിട്ടീഷ് ആക്ട് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ ലിസ്റ്റ് കിട്ടും, നോട്ട് ആൻ ഇഷ്യൂ. ഓക്കെ, അപ്പൊ ആക്ടുകൾ എന്തായാലും പഠിക്കണം. ആക്ട് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ മിഡീവൽ ഉൾപ്പെടുത്തിയെങ്കിലും UPSC ചോദിക്കുന്ന മറ്റൊരു റീജൻ ആണ് ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ യൂറോപ്യൻസിന്റെ ഇവിടെ വന്നിട്ടുള്ള ഇനീഷ്യൽ സെറ്റിൽമെന്റ്സിനെ പറ്റിയിട്ട്.
ഇനീഷ്യൽ സെറ്റിൽമെന്റ്സിനെ പറ്റിയിട്ട് ചോദ്യം എന്ന് പറയുമ്പോൾ ഇവിടെ മെഡീവലിന്റെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പോർച്ചുഗീസിന് ഫോർട്ട് കെട്ടാൻ കൊടുത്ത കാര്യം ചോദിച്ചിരിക്കുന്നു. ഡിയൂർ സറണ്ടർ ചെയ്ത കാര്യങ്ങൾ ചോദിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ സെൻട്രൽ ഇന്ത്യ റൂളേഴ്സും ഡച്ചും തമ്മിലുള്ള ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ദെൻ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവിടെ ചോദിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ എവിടെയും കാണാം നിങ്ങൾക്ക്. ഞാൻ കുറച്ച് മോഡേൺ ഇന്ത്യയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ദെൻ ഇനീഷ്യൽ ലൊക്കേഷൻസ് ഓഫ് EIC. അപ്പൊ ആ ഫസ്റ്റത്തെ ഒരു ഭാഗം അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്ന ഭാഗം അതും ഇമ്പോർട്ടന്റ് ആണ്. അതിനെപ്പറ്റി UPSC ഇപ്പൊ കുറച്ച് കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട്. ഇവിടെ ചില ചോദ്യങ്ങൾക്കല്ല ഓൾമോസ്റ്റ് 70 to 80% ചോദ്യങ്ങൾക്ക് ഞാൻ ബ്രാക്കറ്റിൽ S എന്നിട്ടിരിക്കുന്നുണ്ട്. S means that can be answered from the detail that you get from the book Spectrum. സ്പെക്ട്രംസ് മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകത്തിന് ആൻസർ ചെയ്യാൻ പറ്റുന്ന മോഡേൺ ഇന്ത്യ ചോദ്യങ്ങളാണ് ഞാൻ S ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 20 ചോദ്യങ്ങളോളം മോഡേൺ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള 28 ചോദ്യങ്ങളിൽ 20 ചോദ്യങ്ങളോളം എവിടെ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റും? സ്പെക്ട്രത്തിന് ആൻസർ ചെയ്യാൻ പറ്റുന്ന പോലെയാണ് ചോദ്യങ്ങൾ. ഓക്കെ, വേണമെങ്കിൽ NCERT പ്ലസ് സ്പെക്ട്രം എന്ന് പറയാം. എന്നാൽ സ്പെക്ട്രം ഇഫ് യു ഹാവ് റെഡ് വെരി വെൽ, നമ്മൾ പൊളിറ്റിക്കൽ ലക്ഷ്മികാന്ത് വായിക്കുന്ന പോലെ തന്നെ സ്പെക്ട്രം പ്രിലിംസിന് വേണ്ടി മോഡേൺ ഇന്ത്യയിൽ നിന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോഡേൺ ഇന്ത്യയിൽ നിന്ന് ഓൾമോസ്റ്റ് മെജോറിറ്റി ഓഫ് ദി ക്വസ്റ്റ്യൻസും ഹിറ്റ് ചെയ്യാൻ പറ്റും. സോ സ്പെക്ട്രം ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി. ഓക്കെ, ഞാൻ S എഴുതിയിരിക്കുന്നത് മുഴുവൻ സ്പെക്ട്രത്തിന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, അങ്ങനെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. നല്ല കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ റിപ്പീറ്റഡ്ലി ശ്രദ്ധിക്കുന്ന ടോപ്പിക്സ് ഒന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 19 ലൈക്ക് എല്ലാ ഗവൺമെന്റ് ആക്ടും, അതായത് ബ്രിട്ടീഷ് ആക്ടുകളെല്ലാം. രണ്ട്, അവരുടെ എസ്റ്റാബ്ലിഷ്മെന്റ് കാര്യമെല്ലാം. പിന്നെ മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് ഈസ് റിഗാർഡിംഗ് ദി സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സ്. സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സിനെ പറ്റി ചോദ്യങ്ങൾ നമുക്ക് ഇവിടെ കുറച്ച് കാണാൻ പറ്റും. അവിടെ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ രാജാറാം മോഹൻ റോയിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ദെൻ ഇവിടെയായിട്ട് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. സോ സോഷ്യോ റിലീജിയസ് മൂവ്മെന്റും ഒന്ന് സെപ്പറേറ്റ് ആയിരുന്നു നല്ല രീതിയിൽ നോക്കണം. സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. കഴിഞ്ഞ വർഷം 2025 കമ്പയർഡ് ടു അതർ ഇയേഴ്സ് ഗാന്ധിയൻ ഫേസ് എന്നുള്ള ചോദ്യങ്ങൾ കുറച്ച് കൂടുതൽ വന്നിരിക്കുന്നു. ഗാന്ധിയൻ ഫേസിന് നിന്നുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ വർഷം കൂടുതലാണ്. NCM 2 വന്നിട്ടുണ്ട്. ഗാന്ധിയുടെ കോട്ട്, ഗാന്ധിയെ പറ്റി 2 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. NCM 2 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. സോ അതിന് മുമ്പത്തെ വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗാന്ധിയൻ ഫേസിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ അങ്ങനെ ഒരു കാര്യമായ ചോദ്യങ്ങൾ ഇത്തിരി കുറവായിരുന്നു. ഗാന്ധിയൻ ഫേസ് എന്നുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോ നിങ്ങൾ സ്പെക്ട്രം വായിക്കുമ്പോൾ, മോഡേൺ ഇന്ത്യ വായിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ബെറ്റർ ഇഫ് യു സ്റ്റാർട്ട് വിത്ത് ദി അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് വെച്ച് തന്നെ വായിച്ചു തുടങ്ങാം. അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് വായിച്ചു തുടങ്ങിയ ശേഷം, അതായത് ബ്രിട്ടീഷ് അല്ലെങ്കിൽ പോർച്ചുഗീസ് മുതൽ ഫ്രഞ്ച് വരെ ഇന്ത്യയിലേക്ക് വന്ന ഒരു കഥ, എവിടെയാണ് അവരുടെ ഫസ്റ്റ് സെറ്റിൽമെന്റ്, എങ്ങനെയൊക്കെയാണ് അത് നേടിയെന്നുള്ള കാര്യങ്ങളൊക്കെ വായിച്ച ശേഷം ദെൻ യു സീ വാട്ട് ഓഫ് ദി കണ്ടീഷൻ ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ദാറ്റ് ടൈം പീരീഡ്. അവർ വരുന്ന സമയത്ത് ഇന്ത്യയുടെ കണ്ടീഷൻ എന്തായിരുന്നു? അപ്പൊ ഇന്ത്യയിലെ റൂളേഴ്സ്, ലേറ്റർ മുഗൾസ് ഉണ്ട്, ബംഗാൾ കിങ്ഡം, ഹൈദരാബാദ് കിങ്ഡം പോലെ കിങ്ഡം. എന്നിട്ട് അവിടെ ഈ യൂറോപ്യൻസും ഈ കിങ്ഡംസും തമ്മിലുള്ള റിലേഷൻ എവിടെയെങ്കിലും മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കാം. കാരണം അതാണ് അവിടെ ചോദ്യമായിട്ട് ചോദിക്കുന്നത്. അതായത് you read the coming of Europeans, you read the condition of India during that time period. എന്നിട്ട് അവിടെ അത് രണ്ടാമത്തെ ഭാഗത്ത് വരും, you read the condition of India, ഇന്ത്യയുടെ കിങ്ഡംസിനെ പറ്റി വായിക്കുമ്പോൾ അവിടെ യൂറോപ്യൻസ് തമ്മിൽ ലിങ്കേജ് എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, അവർക്കുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നു, അവർക്ക് ഇത് വിട്ടുകൊടുത്തു, അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കാം. അത് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ യു റീഡ് റിഗാർഡിംഗ് ദി ബ്രിട്ടീഷ് എക്സ്പാൻഷൻ ഒക്കെ വായിച്ച ശേഷം ആ ബ്രിട്ടീഷ് എക്സ്പാൻഷന്റെ ഭാഗത്ത് നമ്മൾ ഒരുപാട് വാഴ്സ് ഒക്കെ പഠിക്കുന്നുണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആംഗ്ലോ ഫ്രഞ്ച് വാർ, കർണാട്ടിക് വാഴ്സ് എന്ന് പറയുന്ന ആംഗ്ലോ ഫ്രഞ്ച് വാഴ്സ്, അതേപോലെ ആംഗ്ലോ മൈസൂർ വാഴ്സ്, ആംഗ്ലോ മറാത്ത വാഴ്സ്, ആംഗ്ലോ ബർമീസ് വാഴ്സ്, അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ട് ഒരുപാട് നാളായി. പക്ഷെ ആ വാഴ്സ് ഈ രീതിയിൽ മാത്രം പഠിച്ചു വെക്കാം. ഒന്ന്, ടൈം പീരീഡ് ഓഫ് ദി വാർ. 2, കോസ് ഓഫ് ദി വാർ, എന്തിനാണ് ആ വാർ യുദ്ധം ചെയ്തത്. 3, കോഴ്സ് ഓഫ് ദി വാർ, ആ വാറിൽ ആരൊക്കെയാണ് പങ്കെടുത്തത്, അതിന് എന്തൊക്കെ ഉണ്ടായി എന്നുള്ള കോഴ്സ്. 4, ട്രീറ്റി, എങ്ങനെയാണ് ആ വാർ എൻഡ് ചെയ്തത്. അത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ദെൻ നിങ്ങൾ അതിനുശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ട്രൈബൽ മൂവ്മെന്റ്, സോഷ്യലിസ്റ്റ് മൂവ്മെന്റ്സ് പോലെ കാര്യങ്ങൾ അധികം കൊടുത്തിട്ടുണ്ടാവാം. അതവിടെ മാറ്റി വെക്കാം. ദെൻ യു സ്റ്റാർട്ട് വിത്ത് 1857. അവിടെ നിന്ന് അങ്ങോട്ട് സ്ട്രഗിൾ തൊട്ട് ഇങ്ങനെ വായിച്ച് 1947 എത്തിയ ശേഷം സോഷ്യലിസ്റ്റ് മൂവ്മെന്റ്സും ഈ ട്രൈബൽ റിവോൾട്സും എല്ലാം സെപ്പറേറ്റ്ലി ഒന്ന് വായിച്ച് പഠിച്ചാൽ മതി. ദെൻ ഈ പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പോലുള്ള ആക്ടുകൾ പഠിക്കുമ്പോൾ നിങ്ങൾ ആ പെർട്ടിക്കുലർ ടൈം പീരീഡിലേക്ക് ഒന്ന് ഇറങ്ങി നിന്ന് പഠിക്കുക. അതായത് പൊളിറ്റിയിൽ നമ്മൾ ലക്ഷ്മികാന്ത് ഫസ്റ്റ് ഭാഗം വായിക്കുമ്പോൾ നമ്മളിത് ബൈഹാർട്ട് പഠിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടാവാം. പക്ഷെ മോഡേൺ ഇന്ത്യ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ആ സമയത്ത് 1919 എന്താണ് ഇന്ത്യയുടെ അവസ്ഥ, എന്താണ് അവിടെ സംഭവിക്കുന്നത്, എന്താണ് ബ്രിട്ടീഷുകാർക്ക് ആവശ്യം. അപ്പൊ അതിനനുസരിച്ചുള്ള ആക്ട് ആയിരിക്കും അവർ കൊണ്ടുവരുന്നുണ്ടാവുക. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ ഒരു പരിധി വരെ നമുക്ക് ഓർത്തു വെക്കാൻ
പറ്റും. അപ്പൊ ആ ടൈം പീരീഡിലെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ടൊന്ന് ആക്ടുകൾ പഠിക്കുന്നതും നല്ലതാണ്. ആക്ടുകളെ പറ്റിയുള്ള സ്ഥിരമുള്ള ചോദ്യങ്ങൾ കാണാൻ നിങ്ങൾക്ക് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഏത് ആക്ടിലാണ് വന്നത്? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഏത് ആക്ടിലാണ് വന്നത്? ഏത് ആക്ടിലാണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയത്? പറയൂ. സർ 1857. 1857 ഓപ്ഷനിലില്ലല്ലോ. സോറി സർ. സർ റെഗുലേറ്റിംഗ് ആക്ട്. സോറി, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഏതാ ചോദിക്കുന്നത്? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഏത് വർഷമാണ്? ആർക്കും അറിയില്ല. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഏത് വർഷം? റെഗുലേറ്റിംഗ് ആക്ടില് ഗവർണർ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കി. അതിനുശേഷം 1833 ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആക്കി. കാരണം അന്ന് 1793 ആ സമയത്ത് ബംഗാളാണല്ലോ ബ്രിട്ടീഷുകാരുടെ മെയിൻ സെന്റർ, കൽക്കട്ടയാണ് അവരുടെ മെയിൻ സെന്റർ. അപ്പൊ ബംഗാൾ, ബോംബെ, മദ്രാസ് എന്നിവർ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 1833 ആയപ്പോഴേക്കും സെൻട്രലൈസ് ചെയ്യാണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് കൊടുത്തത്. എന്നിട്ട് 1858 ആയപ്പോഴേക്കും അതിനെ മാറ്റി വൈസ്രോയ് ആക്കി. ഓക്കെ, പിന്നെ ഇവിടെ കാണാം 1919 പറ്റി ഒരു ചോദ്യമുണ്ട്. എഗെയിൻ 1919, 1935. അപ്പൊ ആക്ടുകൾ എന്ന രീതിയിൽ ചോദ്യങ്ങൾ ഉണ്ട്. അപ്പോൾ എങ്ങനെ ഇനി ലൈക്ക് കുറച്ച് ബേസിക് നമ്മൾ ഇതുവരെ പഠിച്ചതിന്റെ ബേസിൽ കുറച്ചൊരു കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, കഴിഞ്ഞ 5 വർഷമായിട്ട് അതിന് മുമ്പത്തെ വർഷങ്ങളെ വെച്ച് നോക്കുമ്പോൾ there is increase in സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്. അതായത് ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ള ചോദ്യങ്ങൾ. അതായത് ഇവിടെ കാണുന്ന പോലെ ഇങ്ങനെയുള്ള ഒറ്റ സ്റ്റേറ്റ്മെന്റ്, അതായത് ഒരു ചോദ്യം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് അല്ല, ഇതും 4 ഓപ്ഷൻ ABCD ഒന്ന് ചൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ചോദ്യങ്ങളുടെ എണ്ണം ഇത് കൂടുന്നുണ്ട്. കൂടുതൽ മാത്രമല്ല, അതിന്റെ ഡെപ്തിലേക്ക് ഇറങ്ങി പോകുന്ന രീതിയിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതൊന്ന്. മോഡേൺ ഇന്ത്യയിൽ മോർ ദാൻ 75% ക്വസ്റ്റ്യൻ ഇസ് ഫ്രം സ്പെക്ട്രം ആൻഡ് NCERT. വേണമെങ്കിൽ മോർ ദാൻ 80% എന്ന് തന്നെ പറയാം സ്പെക്ട്രത്തിൽ നിന്ന് NCERT എന്നാണ്. സോ സ്പെക്ട്രം ആൻഡ് NCERT ഇസ് ദി കീ. ദെൻ ഗാന്ധിയൻ ഫേസ് 2025 ഗാന്ധിയൻ ഫേസിനെ പറ്റി കൂടുതൽ എംഫസിസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി വരും വർഷവും വേണമെങ്കിൽ അത് പ്രതീക്ഷിക്കാം. Then less number of questions regarding British consolidation, 1857 revolt, educational, police and press reforms by the British. അതായത് 2021 മുമ്പ് UPC ഫോക്കസ് കൊടുക്കുന്ന സ്ഥലങ്ങളായിരുന്നു ഇത്. അപ്പൊ ആ സ്ഥലങ്ങളിൽ നിന്നും ഇപ്പൊ ചോദ്യങ്ങളില്ല. സ്പെക്ട്രത്തിന്റെ അപ്പൻഡിക്സ് പേജസ് വളരെ വളരെ ഇമ്പോർട്ടന്റ്. അപ്പൻഡിക്സ് പേജസ് എന്ന് പറഞ്ഞാൽ സ്പെക്ട്രത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് സോഷ്യലിസ്റ്റ് മൂവ്മെന്റ്റ്സിന്റെ, ബുക്സ് ആൻഡ് ഓഥേഴ്സിന്റെ, വൈസ്രോയ്സിന്റെ, അങ്ങനെ കുറെ ഡീറ്റെയിൽസ് ഇങ്ങനെ ലൈക്ക് നിങ്ങൾ കണ്ട ഒരു ചാർട്ട് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് മൾട്ടിപ്പിൾ ടൈം വായിച്ച് റിവൈസ് ചെയ്യുക ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ കുറച്ച് വരുന്നുണ്ട്. സോഷ്യലിസ്റ്റ് മൂവ്മെന്റ്സ് തൊട്ട് ട്രൈബൽ മൂവ്മെന്റ്സ് എല്ലാ കാര്യവും അതിങ്ങനെ ഒരു ലൈക്ക് നമുക്ക് ഡേറ്റ പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് മൾട്ടിപ്പിൾ ടൈമിൽ വായിച്ച് അത് ബൈഹാർട്ട് ചെയ്യാൻ പറ്റിയാൽ ബൈഹാർട്ട് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ മോഡേൺ ഇന്ത്യയെ പറ്റി ഒന്ന് ഓർത്ത് വെക്കണം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? എനി ഡൗട്ട്സ്? ഓക്കെ. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ് മസ്റ്റ് റീഡ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് ഫോർ ഹിസ്റ്ററി? NCERT ആണെങ്കിൽ ക്ലാസ് 6th, ക്ലാസ് 7th NCERT, ക്ലാസ് 12th ന്യൂ NCERT വായിക്കണം. ക്ലാസ് 12th ന്യൂ NCERT തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി പാർട്ട് 1, പാർട്ട് 2. തമിഴ്നാട് SCERT ക്ലാസ് 11 ഇമ്പോർട്ടന്റ് ആണ്. ഇത് പലരും സ്കിപ്പ് ചെയ്യും. തമിഴ്നാട് SCERT വായിക്കണം. അതിൽ നിന്ന് ഈ പറയുന്ന സംഘം പീരീഡിനെ പറ്റിയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ധാരാളം കിട്ടാറുണ്ട്. തമിഴ്നാട് SCERT, ഓക്കെ, ക്ലാസ് 11 അത് വായിക്കണം. ദെൻ മോഡേൺ ഇന്ത്യക്ക് ക്ലാസ് 10 NCERT മോഡേൺ ഇന്ത്യൻ ചാപ്റ്റേഴ്സ്. അതേപോലെ തന്നെ ക്ലാസ് 12 നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ട്. സ്പെക്ട്രം വായിക്കണം. ഓക്കെ, ഓൾഡ് NCERT ബുക്സ് നിങ്ങൾ വായിക്കേണ്ട എന്നല്ല. അപ്പൊ RS ശർമ്മയൊക്കെ ബുക്ക് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾ ഓൾറെഡി അത് വായിച്ച് ശീലിച്ച ആൾക്കാരാണെങ്കിൽ അത് തന്നെ വായിച്ചാൽ മതി. ഓക്കെ, ഇനി മാറേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ലൈക്ക് പുതുതായിട്ട് വായിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇപ്പൊ ഓൾറെഡി നിങ്ങൾ RS ശർമ്മ വായിക്കുന്ന ഒരാളാണെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ റീഡിങ് RS ശർമ്മ, അത് തന്നെ വായിച്ചാൽ മതിയാകും. പക്ഷേ ഈ NCERT വായിക്കുന്നത് ബേസിക്കലി നമ്മൾ ഒരു പ്രാവശ്യം വായിച്ച കണ്ടത് നമ്മൾ ഓർത്ത് വയ്ക്കില്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് NCERT പിന്നെയും വായിച്ചുകൊണ്ടിരിക്കാനുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ ആ വായിക്കുന്ന സമയത്ത് വി ഷുഡ് ബി മേക്കിംഗ് സം സ്ക്രിബിളിംഗ് നോട്ട്സ്. ജസ്റ്റ്
ഓരോ ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയി നിങ്ങൾക്ക് തോന്നുന്ന ഇപ്പൊ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നത് മനസ്സിലായല്ലോ. ഇമ്പോർട്ടന്റ് ആയി വരുന്ന ഭാഗങ്ങൾ നിങ്ങൾ നോട്ട്സ് ആയിട്ട് എടുക്കണം. ആ നോട്ട്സ് ആയിട്ട് എടുത്തിട്ട് അത് നിങ്ങൾ റിവൈസ് ചെയ്യണം. റിവിഷന് വേണ്ടിയിട്ട് സ്ക്രിബിൾ നോട്ട്സ് ഉണ്ടാക്കണം NCERT-യിൽ നിന്ന്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇതൊരു ജനറൽ അപ്രോച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ NCERT എടുക്കുക, സ്ക്രിബിൾ നോട്ട്സ് എടുക്കുക ഫോർ റിവിഷൻ. രണ്ടാം നിങ്ങൾ ഉറപ്പുവരുത്തുന്നത് യു ഷുഡ് ബി ഹാവ് എ ക്ലിയർ കട്ട് ക്ലാരിറ്റി റിഗാർഡിംഗ് ക്രോണോളജി. ഏൻഷ്യന്റ് ആയിക്കോട്ടെ, മിഡീവൽ ആയിക്കോട്ടെ, മോഡേൺ ആയിക്കോട്ടെ, ക്രോണോളജി കൃത്യമായിട്ട് പറയാൻ പറ്റണം. അതായത് ഇൻഡസ് വാലി ടൈം പീരീഡ് തൊട്ട് ഗുപ്തൻ ടൈം പീരീഡ് വരെ, അല്ലെങ്കിൽ പോസ്റ്റ് ഗുപ്തൻ ടൈം പീരീഡ് തൊട്ട് 1707 ഔറംഗസേബിന്റെ ഡെത്ത് വരെ, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 1498 പോർച്ചുഗീസ് വന്ന തൊട്ട് 1947 വരെ ക്രോണോളജി പഠിക്കാനുള്ള എന്തെങ്കിലും വഴി നിങ്ങൾ വരച്ചോ എഴുതിയോ പലതവണ വായിച്ചോ പഠിച്ചിരിക്കണം. ഏൻഷ്യന്റ് മിഡീവലിൽ നമ്മൾ എന്ത് ചെയ്യണം? മാപ്പിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതായത് കോണ്ടംപററി രാജാക്കന്മാരെ പഠിക്കാനായിട്ട് മാപ്പ് എടുത്തിട്ട് ഓരോ സമയത്ത് ആരൊക്കെയാണെന്ന് 2 വർഷം മാപ്പ് ചെയ്ത് വെച്ചാൽ അത് ഓർത്ത് വെക്കാൻ പറ്റും. മാപ്പിംഗ് ചെയ്യാം. കൂടാതെ NCERT-യിലെ മാപ്പ് എന്ത് ചെയ്യണം? അത് മൾട്ടിപ്പിൾ ടൈം ഒന്ന് നോക്കി അതിൽ നിന്ന് കുറച്ച് നോട്ട്സ് എടുക്കുന്നത് നല്ലതാണ്. അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്, ലൊക്കേഷൻ ബേസ്ഡ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി റിവിഷൻ ഈസ് ദ കീ. കാരണം ഹിസ്റ്ററിൽ ഒരുപാട് ഫാക്ച്വൽ കണ്ടന്റ് ഉണ്ട്. ഫാക്ച്വൽ കണ്ടന്റ് ഒരു പ്രാവശ്യം വായിക്കും, മറക്കും, പിന്നെയും വായിക്കും, മറക്കും. മൾട്ടിപ്പിൾ ടൈം റിവൈസ് ചെയ്യണം. മൾട്ടിപ്പിൾ ടൈം റിവൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുക. ഓക്കെ, സ്പെക്ട്രം ദ കോർ ബുക്ക് ഫോർ മോഡേൺ ഇന്ത്യ പറഞ്ഞു. ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് മേജർ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരുന്നു. പിന്നെ നിങ്ങൾ പഠിക്കുന്നത് സ്പെക്ട്രത്തിൽ നിന്ന് പഠിക്കുന്നത്, NCERT-ൽ നിന്ന് പഠിക്കുന്നത്, അത് നിങ്ങൾ മറക്കുമായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, വെൻ യു ആർ ഡൂയിങ് മോക്ക് ടെസ്റ്റ്, നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് മോക്ക് ടെസ്റ്റിനെയും നിങ്ങൾ എന്തായി കാണണം? കണ്ടന്റ് അഡീഷൻ ആയിട്ട് കൂടി കാണണം. അതായത് മോക്ക് ടെസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഡേറ്റയെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നോട്ടിലേക്ക് ചേർക്കുകയോ അത് വായിച്ച് പഠിക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. പിന്നെ കറണ്ട് അഫയേഴ്സ്, 2026 പ്രിലിംസിന് കറണ്ട് അഫയേഴ്സ്, ഹിസ്റ്ററിയിൽ എങ്ങനെ കറണ്ട് അഫയേഴ്സ് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി 100th ആനിവേഴ്സറി, 150th ആനിവേഴ്സറി, അല്ലെങ്കിൽ 200th ആനിവേഴ്സറി എന്ന് പറഞ്ഞ ന്യൂസ് ഉണ്ടാവും. ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവന്റിന്റെയോ എന്തെങ്കിലും അങ്ങനെയൊക്കെ വരുന്നത്, ഒരു ലാൻഡ് മാർക്കായിട്ട് വരുന്നത്, അത് ചോദിക്കാം. അതെന്തായാലും അതിനെപ്പറ്റി പഠിച്ചു വെക്കാം. ഓക്കെ, 2026 വരുമ്പോൾ 1926 1826 ഉണ്ടായ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി ന്യൂസിൽ വായിക്കും. അതെന്തായാലും പഠിച്ചു വെക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇനോഗ്രേഷനോ ഒക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ, പുതിയ ടെമ്പിളോ അല്ലെങ്കിൽ പണ്ടത്തെ ലൈക്ക് ആൻഷ്യന്റ് മിഡീവലിലെ ടെമ്പിൾ ആർക്കിടെക്ചർ, സ്തൂപ ആർക്കിടെക്ചർ, അതുമായി ബന്ധപ്പെട്ട് ഇനോഗ്രേഷൻ വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം വരുന്നു, എന്തെങ്കിലും ഉത്സവ ടൈപ്പ് ഓഫ് സ്ഥാനങ്ങൾ വരുന്നു, അങ്ങനെ ന്യൂസിൽ വന്നു കഴിഞ്ഞാൽ അതിനെ പറ്റിയും പഠിക്കണം. അതിൽ നിന്നും ചോദ്യം വരും. ദെൻ ഫൈനലി there should be content addition with PYQ എന്നുള്ളത് സോൾവ് ചെയ്ത് നോക്കുന്നതിനൊപ്പം PYQ എന്നും ഓപ്ഷൻ എന്നും കിട്ടുന്ന കണ്ടന്റ് എന്ത് ചെയ്യണം? അത് നിങ്ങൾ ആഡ് ചെയ്യണം. അപ്പൊ മോക്ക് ടെസ്റ്റും PYQ-നെയും കണ്ടന്റ് ആയിട്ട് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? അപ്രോച്ച് ചെയ്യണം. അതും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ നമുക്ക് അപ്രോച്ച് എന്ന രീതിയിൽ ഈ ഒരു വർഷത്തേക്ക് പറയാനുള്ളത്. ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള NCERT ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് മസ്റ്റ് റീഡ്. നിങ്ങൾ ഓൾറെഡി വേറെ NCERTs വായിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഇത് ലൈക്ക് പുതുതായിട്ട് തുടങ്ങുന്നവർക്ക് അങ്ങനെ ഫോളോ ചെയ്യാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? സർ, കറന്റ് അഫയേഴ്സിൽ നമ്മൾ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ്, ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ നോട്ട് ചെയ്യണം. അത് നോട്ട് ചെയ്യണം. അതൊക്കെ കറണ്ട് അഫയേഴ്സിൽ നോട്ട് ചെയ്യണേ. അത് നോട്ട് ചെയ്യണം. ട്രൈബൽ ഡാൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നോട്ട് ചെയ്യണം. സർ, അതുപോലെ GI ടാഗും വായിക്കുന്ന നല്ലതാണ്. GI ടാഗ് വരുന്നത് നമുക്ക് വായിക്കാം. അത് ബേസിക്കലി നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചറിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കറണ്ട് അഫയേഴ്സ് തന്നെ പഠിക്കുന്നതല്ലേ. GI ടാഗ് ഒക്കെ നോക്കണം. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. സർ, അതുപോലെ ആർട്ട് ആൻഡ് കൾച്ചറിൽ നമ്മൾ ആർക്കിടെക്ചർ, പെയിന്റിങ്സ് അതൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓരോ ഈ ഡൈനാസ്റ്റിയോ ആയിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് പഠിക്കണ്ടേ നമുക്ക്? അതായത് നമ്മൾ അതിന്റെ കാലഘട്ടം അനുസരിച്ച്. അതെ, നമ്മൾ അതായത് കാലഘട്ടം അനുസരിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോ ഡൈനാസ്റ്റി വെച്ചിട്ട് റിലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആർക്കിടെക്ചർ റിലേറ്റ് ചെയ്ത് വെച്ചോളൂ. പെയിന്റിംഗ് ഇപ്പോൾ നമ്മൾ പഠിക്കില്ല, മധുബാണി പെയിന്റിംഗ്, കലംകാരി പെയിന്റിംഗ് എന്നൊക്കെ നിതിൻ സിംഘാനിയയിൽ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഇപ്പോൾ വന്നിട്ട് കുറെ നാളായി. ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എടുത്താൽ മതി. അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് ഇടണ്ടെന്നാണ് എന്റെ അഭിപ്രായം.
ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ആർക്കിടെക്ചർ ഇമ്പോർട്ടന്റ് ആണ്. അതെല്ലാം ലൈക്ക് കൺസേൺ ടൈം പീരീഡ് ആയിട്ടും ഏത് റിലീജിയൻ ആണെങ്കിൽ അതുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, PDF നമുക്ക് ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, വേറെ ഒന്നുമില്ലെങ്കിൽ ഐ തിങ്ക് വി ക്യാൻ വൈൻഡ് അപ്പ്. അപ്പോൾ ഇനി അടുത്ത സെഷൻ വരുന്നത് വെനസ്ഡേ ആണ്. വെനസ്ഡേ പൊളിറ്റി ആണ്. ലൈക്ക് കഴിഞ്ഞ ആ ഒരു 5 വർഷത്തെ പൊളിറ്റിയുടെ കംപ്ലീറ്റ് അനാലിസിസ് വെനസ്ഡേ ഉണ്ടാവും. സോ ഓക്കെ, വെനസ്ഡേ നമുക്ക് പൊളിറ്റി നോക്കാം. സർ, നമ്മളെ പ്രിലിംസ് ഒക്കെ ആകും. പ്രിലിംസിന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ടെസ്റ്റ് സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ടെസ്റ്റ് സീരീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് മെന്റർഷിപ്പ് ഉണ്ട്, ടെസ്റ്റ് സീരീസ് ഉണ്ട്, പ്രിലിംസ് കം മെന്റർഷിപ്പ്, ടെസ്റ്റ് സീരീസ് പ്ലസ് മെന്റർഷിപ്പ് പ്രോഗ്രാം ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആക്ച്വലി ഒരു ലൈക്ക് പൊതുവെ പ്രിലിംസ് എഴുതുമ്പോൾ കുട്ടികൾക്കുള്ള ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ കണ്ടന്റ് പഠിക്കും, ടെസ്റ്റ് എഴുതാൻ നോക്കും, പക്ഷെ കോൺസെപ്റ്റൽ മിസ്റ്റേക്സ്, തോട്ട് പ്രോസസ്സ് പോലുള്ള കാര്യങ്ങളിലൊക്കെ കറക്ഷൻ നടക്കൽ കുറവാണ്. സോ ഇറ്റ്സ് ലൈക്ക് പ്രിലിംസിനെ മൾട്ടിപ്പിൾ ടൈം ക്ലിയർ ചെയ്ത ആൾക്കാർ നിങ്ങളുടെ ഒപ്പം സോൾവ് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ഗിവ് യു എൻ ഐഡിയ ബെറ്റർ ആയിട്ട് എങ്ങനെ ചിന്തിക്കണം, എങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത് എന്നുള്ളത്. സോ ദാറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ. അപ്പൊ ആ രീതിയിലൊരു മെന്റർഷിപ്പാണ് നമ്മൾ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഫോർ ലൈക്ക് മോർ ഡീറ്റെയിൽസ് യു ക്യാൻ കോൺടാക്ട് ഓഫീസ്.